അതിനുശേഷം പെന്തക്കോസ്തിൻ്റെ ശക്തിയേറിയ ഉണർവ് നടന്നത് പെൻസക്കോള മൂവ്മെൻ്റാണ്. പെൻസക്കോളയിൽ വ്യക്തിപരമായി പോകാനും ആ ഉണർവിൻ്റെ ഭാഗമാകുവാനും കർത്താവ് എനിക്കിടയാക്കി. പെൻസക്കോള ഒരു പ്രത്യേക അനുഭവമാണ്. ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. ഒന്ന്, പെൻസക്കോള ഹാളിനകത്ത് 3500 സീറ്റാണ്. ഈ 3500 സീറ്റിൽ ഇരിക്കണമെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്ന് ക്യൂ നിൽക്കുന്നവന് ബുധനാഴ്ച കയറാനൊക്കത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? 3500 സീറ്റേ ഉള്ളൂ. അമേരിക്കൻ റൂളിൽ ഒറ്റയാളിനെ എക്സ്ട്രാ കയറ്റത്തില്ല. അവിടുത്തെ ഫയർഫോഴ്സ് ഭയങ്കര സ്ട്രിക്റ്റാണ്. 100 എന്ന് പറഞ്ഞാൽ 100, 105 എന്ന് പറഞ്ഞാൽ 105. ഇവിടെ 3500 സീറ്റാണ്. 3501 ആളിനെ കയറ്റുകയില്ല, 3500 ആളിനെ കയറ്റുള്ളൂ. അതിന് വേണമെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്ന് ക്യൂ നിൽക്കുന്നവന് ബുധനാഴ്ച വൈകിട്ടാണ് അകത്ത് കയറാൻ പറ്റുന്നത്. അതുപോലെ നീണ്ട ക്യൂവാണ്. വരുന്നവരെ മദ്യപാനികളുണ്ട്, പലരുമുണ്ട്. നമ്മുടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓരോരുത്തരെ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ പോയി ക്യൂ നിൽക്കും. ഇതുപോലെയാണ് അവിടെ. പല രാജ്യങ്ങളിൽ നിന്നായി നശിച്ചവർ, കുടിച്ച് ജീവിതം തീർന്നവർ, ഒന്നുമില്ലാത്തവർ, അങ്ങനെയുള്ളവരെ കൊണ്ടുവരും. ഇവന്മാരൊന്നും ക്യൂ നിൽക്കത്തൊന്നുമില്ല. അവന് അന്ന് കുടിക്കാൻ $100 വേറെ കൊടുക്കാം, അല്ലെങ്കിൽ 2 കുപ്പി കള്ളു വാങ്ങിച്ചു കൊടുക്കാം എന്ന കണ്ടീഷനിലാണ് ഇവനെയും കൊണ്ട് വരുന്നത്. ഇവന് പകരം ക്യൂ നിൽക്കാനായിട്ട് ഒരാളിനെ ആക്കും. അവന് 3 ദിവസം ക്യൂ നിൽക്കും. അവൻ്റെ കൂലിയും കൊടുത്ത് ആ നേരത്തിന് കിട്ടിയ നമ്പറിൽ ഈ ആളിനെ അകത്ത് കയറ്റും. ഒന്നും അറിയാൻ വയ്യാത്തവനായിട്ട് ദേഹത്തെല്ലാം ടാറ്റുവും വരച്ച് ആവശ്യത്തിന് വസ്ത്രവും ഇല്ലാതെയാണ് ഓരോരുത്തൻ വന്ന് കയറുന്നത്. പക്ഷേ മെസ്സേജിൻ്റെ പകുതിയാകുമ്പോൾ ഓൾട്ടർ കോൾ കിട്ടും. ഉറക്കെ അലറി നിലവിളിച്ചുകൊണ്ടാണ് യേശുവിന് വേണ്ടി ജീവിതം പ്രതിഷ്ഠിച്ചവർ എഴുന്നേൽക്കുന്നത്. അതുപോലുള്ള ദൈവസാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉണർവ് വരണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവസാന്നിധ്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ വേറൊരു വിഭാഗം. ഞാൻ ഉണ്ടായ കാലം മുതൽ പരസ്യയോഗം നടത്തുകയാണ്. എൻ്റെ ജോലി 1000 പ്രസംഗം പറഞ്ഞു, എന്നിട്ട് 0 ആൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനെ തൊഴിച്ചു പറിച്ച് വെളിയിൽ കളഞ്ഞേച്ച് പ്രയോജനപ്പെടുന്നവരെ ദൈവസഭയ്ക്കകത്ത് കയറ്റിയിരുന്നെങ്കിൽ ഒരു ഉണർവ് നടന്നേനെ. ഞാൻ മുന്നോട്ട് പോട്ടെ. പെൻസക്കോള ഉണർവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത കണ്ടത് 6:30 അവരുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്, അതോ 6 മണിക്കോ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഒത്തിരി വർഷങ്ങളായി പോയിട്ട്. 1-6 അല്ലെങ്കിൽ 6:30 ആവുന്നതാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. അതിന് 1/2 മണിക്കൂർ മുമ്പേ ഹോള് തുറക്കും. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ കയറാൻ പറയും. അത് ഈ ലൈനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ അകത്ത് കയറാം. അത്രയും പേര് അകത്ത് കയറുന്നതിന് മുമ്പേ വെളിയിൽ വെച്ച് തന്നെ അവർക്ക് സീറ്റ് നമ്പരും കൊടുക്കും. ഇവിടെ വന്ന് സീറ്റിന് കടിപിടിക്കേണ്ട കാര്യമില്ല. സീറ്റ് നമ്പരും വെളിയിൽ വെച്ച് തന്നെ കൊടുക്കും. വന്ന് അവനവൻ്റെ സീറ്റിൽ ഇരിക്കണം. 6 മണിക്കാണ് 6:30 മീറ്റിംഗ് തുടങ്ങുന്നതെങ്കിൽ 6 മണിക്ക് ഹോള് തുറക്കും. വന്ന് സീറ്റ് എടുക്കണം. 6 മണി 5 മിനിറ്റ് വരെ സീറ്റിൽ ഇരിക്കാനുള്ള സമയമാണ്. ഒത്തിരി വാതിലുകളുണ്ട്, എല്ലായിടത്തോടെ ആളുകൾ കയറും. സീറ്റിൽ ഇരിക്കാനുള്ള സമയമാണ്. 6 മണി 5 മിനിറ്റ് ആകുമ്പോൾ കഥകളെല്ലാം വീണ്ടും അടയ്ക്കും. ഇനി ആരെയും കയറ്റത്തില്ല. എന്നിട്ട് പറയും പരസ്പരം പരിചയപ്പെടാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ളവരെ പരിചയപ്പെടാൻ വേണ്ടി 3 ദിവസം ക്യൂ നിന്ന കൂട്ടത്തിൽ കുറേയൊക്കെ പരിചയപ്പെട്ടതാണ്. ബാക്കി പരിചയപ്പെടാൻ വേണ്ടി സമയം കൊടുക്കും. 6:25 ആകുമ്പോൾ, 6:30 മീറ്റിംഗ് തുടങ്ങുന്നതെങ്കിൽ 6:25 ആകുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അവരവരുടെ സീറ്റിൽ പോകാം. എല്ലാവരും അവരവരുടെ സീറ്റിൽ വന്ന് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞാൻ 3 ദിവസം നിന്ന് കണ്ടതാ. അവിടുത്തെ വർഷിപ്പ് ലീഡർ വന്ന് പിയാനയിലോട്ട് ഒരു കൈ വെക്കും. ആ ശബ്ദം വരികയും മുഴുവനും ആത്മാവ്. നമ്മൾ സാധാരണഗതിയിൽ 10 മിനിറ്റ് 15 മിനിറ്റ് പാട്ടുമൊക്കെ പാടിയൊക്കെ ശേഷമാണ് വരുന്നത്. ഈ വരുന്ന മദ്യപാനികളും വൃത്തികെട്ടവന്മാരും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ജനം ആത്മാവില്ല. 1/2 സെക്കൻഡ് 1/2 മിനിറ്റ് എടുക്കത്തില്ല. പിയാനയിലോട്ട് കൈവെക്കുകയും വന്നു വരും. അദ്ദേഹം ആദ്യം പറയുന്ന വാചകം വെൽക്കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ സ്വാഗതം. ഇത് പറഞ്ഞുകൊണ്ടാണ് കൈവെക്കുന്നത്. ഉണർവ് വ്യാപരിച്ചു. ഇതോടുകൂടെ തന്നെ പാപികളുടെ അകത്തേക്ക് പാപബോധം കയറും. തുടർന്ന് നടക്കുന്ന മെസ്സേജ് തീരെ ലഘുവായ മെസ്സേജ്, വലിയ കഴമ്പൊന്നും ഉള്ളതല്ല. പണ്ട് ഇവിടുത്തെ നമ്മുടെ അപ്പച്ചന്മാർ പറഞ്ഞു തന്ന മെസ്സേജിൻ്റെ 100-1 പോലും ഇല്ല. വെറും സിമ്പിൾ മെസ്സേജ്. ഈ സിമ്പിൾ മെസ്സേജ് പറഞ്ഞിട്ട് ഇന്ന് യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നവർ എഴുന്നേറ്റോളം പറയും. ആളുകൾ എഴുന്നേക്കും. അവരുടെ തല എണ്ണി ബോർഡിൽ നമ്പരിടും. ഇന്ന് ഇത്രയും പേർ. എന്നിട്ട് ഈ ഉണർവ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ കമ്പ്യൂട്ടർ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത്തെ ലൈനിടും. ഭയങ്കര സംഖ്യയാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്നത്. കറക്റ്റ് 9 മണിയാകുമ്പോൾ മീറ്റിംഗ് തീരും. 9:05 സഭാ ഹോൾ അടയ്ക്കും.
അടച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള ക്ലീനിങ്ങും ഒക്കെ ആയി ബാക്കി കാര്യങ്ങൾ മാറി. ക്യൂ നിൽക്കുന്നവർ നിൽക്കും. ദൈവം എന്നെ പെൻസക്കൊളായിൽ കൊണ്ടുപോയി. ലോകത്തിൽ ഇന്ന് കാണുന്ന അനേക ക്രിസ്തീയ പെരുമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഒടിക്കോൾ ഒരുപാട് പ്രവണതകളുടെ ആരംഭം നടന്നത് കാനഡയിലാണ്. ടൊറൻഡോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഉണർവ് നടക്കുന്നത്. ടൊറൻഡോ ബ്ലെസ്സിങ് എന്നാണ് ഇതിൽ പലതിനെയും അറിയുന്നത്. ആത്മവിവശത, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഗോൾഡൻ ഡസ്റ്റ്, സിൽവർ ഡസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ആരംഭിച്ചത് ടൊറൻഡോയിൽ നിന്നാണ്. ടൊറൻഡോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ആദ്യ പൈശാചിക ശക്തികൾ ഇറങ്ങിയത് ഈ ലോകത്തിൻ്റെ വടക്കേ അറ്റത്താണ്. അതാ ടൊറൻഡോ. ഇന്നും പൈശാചിക ശക്തികളുടെ തനിക്കൂത്തരങ്ങ ആ കാനഡയുടെ ആ ഏരിയ. അവിടെ തന്നെയാണ് ഉണർവിനും ദൈവം തീരുമാനിച്ചത്. എവിടെ പിശാചി വളരുന്നോ അവിടെയാണ് ഇതിനെ അടിച്ചമർത്തുന്നത്. അവിടെ തന്നെ ദൈവം ആരംഭിച്ചു. ടൊറൻഡോ ബ്ലെസ്സിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് പോളിയോങ്കുച്ചോവിൻ്റെ ചർച്ചായിരുന്നു കൊറിയയിൽ. ദൈവം എന്നെ അവിടെ കൊണ്ടുപോയി. ഇങ്ങനെ ഉണർവ് നടക്കുന്ന ഒരുപാട് ഇടങ്ങളിൽ ദൈവം കൊണ്ടുപോയ ശേഷമാണ് ബാംഗ്ലൂരിൽ ഉണർവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിച്ചത്. ഞാൻ പറഞ്ഞ ലോകത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും പട്ടാള സേവനം ചെയ്തു. ലോകത്തിൻ്റെ പട്ടാള സേവനത്തിൽ സാധാരണക്കാരനെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ട്രെയിനിങ് തന്നു, പലയിടത്ത് അയച്ചു. ദൈവത്തിൻ്റെ പട്ടാള സേവയിൽ സാധാരണക്കാരനെ കൊണ്ട് ഒക്കാത്തത് ചെയ്യുവാൻ ദൈവം ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. ആളുകൾ വന്ന് വീട്ടിൽ താമസിച്ച് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനകത്തൊന്നും എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരാളാണ് റോജർ ഹോസ്മ വന്നപ്പം പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. റോജർ ഹോസ്മയുടെ ഒടുവിലത്തെ മീറ്റിംഗ് നമ്മുടെ ചർച്ചിലായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വന്നതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ കൊണ്ടുവന്നു. ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു പറയുമായിരുന്നു, ഞാൻ വരുന്നുണ്ട്, എനിക്കവിടെ ഒരു മീറ്റിംഗ് വേണം. ചർച്ചിലെ ലീഡേഴ്സിനെ മാത്രം കണ്ടാൽ മതി. ഞങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വിദേശത്തുനിന്ന് വരുന്ന ഒരാളിന് വേണ്ടി പബ്ലിക് മീറ്റിംഗ് വെച്ചാൽ അത് ശരിയാകത്തില്ല, ഗവൺമെൻറ് പ്രോബ്ലംസ് ഉണ്ടാകാം. ഞങ്ങളിത് പറഞ്ഞു, സാറേ എളുപ്പമായിരിക്കില്ല, ഇങ്ങനെ ഗവൺമെൻറ് പ്രോബ്ലംസ് ഉണ്ടാകാം. പുള്ളി പറഞ്ഞ് ആവശ്യമുള്ള വീസ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പബ്ലിക് മീറ്റിംഗ് വേണ്ട, നിങ്ങളുടെ ചർച്ചിലെ ലീഡേഴ്സിനെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു നിയോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ വരിക. അദ്ദേഹം വന്ന് ഞങ്ങൾ അദ്ദേഹത്തിനൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങളെ കൊണ്ട് വെക്കുന്ന ചെറുത്, എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു, അതിൽ 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 3. ആ മീറ്റിംഗ് തീർന്ന് അദ്ദേഹം ഒരാഴ്ച കൂടെ ഇന്ത്യയിൽ താമസിക്കും, അത് ആ ഹോട്ടലിലായിരിക്കും, അത് കഴിഞ്ഞ് പൊക്കോളാമെന്നും പറഞ്ഞാൽ പോയെ. അദ്ദേഹം ഹോട്ടലിൽ ചെന്നിച്ച് എൻ്റെ മൂത്ത മോനെ വിളിച്ചു പറഞ്ഞു, എബ്രഹാം, അവൻ്റെ പേര് എബ്രഹാം എന്നാണ് ഒഫീഷ്യൽ പേര്, എബ്രഹാം, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കാനാണ് നടത്തിപ്പ്, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരട്ടെ. ഇവിടെ കൈമാറ്റം ആവശ്യത്തിനായില്ല, ഞാനിവിടെ വന്നത് നിങ്ങളുടെ ലീഡേഴ്സിൻ്റെ മേലൊരു കൈമാറ്റം നടത്താനാണ്, അത് വേണ്ടതുപോലെ ആയില്ല, അതുകൊണ്ട് ഹോട്ടലിൽ താമസിക്കുന്നില്ല, ഹോട്ടൽ കാശ് പോട്ടെ, അദ്ദേഹം അല്ല കൊടുത്തേ, ഞങ്ങൾ ആ ഹോട്ടൽ കാശ് കൊടുത്തേ, അത് പോട്ടെ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ. എൻ്റെ മോൻ്റെ ഭാര്യ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം പാചകം ചെയ്യുന്നത് അറിഞ്ഞുകൂടാ, അറിയാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ സായിപ്പ് ഒരാഴ്ച താമസിക്കുകയാണെങ്കിൽ അതിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഭാഗം എനിക്ക് തന്നാൽ മതി, ഞാൻ അതും കഴിച്ച് കിടന്നോളാം, പക്ഷേ ഒരു പകർച്ചയുടെ ആവശ്യമുണ്ട്. ഒടുവിലത്തെ ഒരാഴ്ച ഞങ്ങളുടെ കൂടെ താമസിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ആരോ കൊണ്ട വിട്ടുവെന്ന് പോലും എനിക്കറിയത്തില്ല, ഞാനല്ല, ഒരു പക്ഷേ സുനിലായിരിക്കാം, അല്ലെ ആരോ കൊണ്ട വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചു വെച്ച് പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയിൽ എത്തി, പോകുന്ന വഴിക്ക് ഇംഗ്ലണ്ടിൽ താമസിച്ചു, അവിടെ എന്തോ ഇമ്പാർട്ടേഷൻ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു പോയി, മീറ്റിംഗ് ഇല്ലായിരുന്നു. അമേരിക്കയിലെത്തി 10 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ചു വെച്ച് പറഞ്ഞു, പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കിൽ അങ്ങേര് പോയി. ലാസ്റ്റ് ലെവൽ ഇമ്പാർട്ടേഷൻ തന്നേച്ചു പോകാൻ വേണ്ടി വന്നതാ. അങ്ങനെ ദൈവം ഇമ്പാർട്ടേഷൻസ് തരേണ്ടത് തന്നു. എനിക്ക് തോന്നുന്നത് RW ഷാംബാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അമേരിക്കയുടെ ഗർജിക്കുന്ന സിംഹം എന്നാ വിളിക്കുന്ന ഷാംബാക്കിനെ. ഷാംബാക്കിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, നിങ്ങളിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഒരു യൂറോപ്പ് കോൺഫറൻസിൽ വെച്ചാണ് ഞങ്ങൾ ഷാംബാക്കിനെ കാണുന്നത്. അന്ന് ഇന്ത്യയിൽ നിന്ന് 5 പേരായിരുന്നു ആ യൂറോപ്പ് കോൺഫറൻസിൽ പങ്കെടുത്തത്. ഒന്ന് ഞാനും, രണ്ടാമത്തെ എൻ്റെ മോനുമായിരുന്നു, പിന്നെ തോമസ് ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആകെ 5 പേരാണ് ആ യൂറോപ്പ് കോൺഫറൻസിൽ പങ്കെടുത്തത്. യൂറോപ്പ് കോൺഫറൻസിൽ ആയിരങ്ങൾ പങ്കെടുത്ത, എനിക്ക് തോന്നുന്നത് 1800
അതോ 2500 വലിയൊരു ജനസംഖ്യ പങ്കെടുത്ത കോൺഫറൻസാണ്. ഇന്ത്യക്കാർ 5 പേരെ ഉള്ളായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മിഷണറിമാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി നടന്ന ഉൾഫ് എക്മൻ കണ്ടക്ട് ചെയ്ത വലിയ ഭയങ്കരനൊരു ക്രൂസൈഡ് ഷാംബാക്കിനെ വിളിച്ചിരുന്നു. ഷാംബാക്കിന് അന്ന് 84 വയസ്സുണ്ട്. എനിക്കത്ര ആയില്ല. ഷാംബാക്കിന് 84 വയസ്സുണ്ട്. അദ്ദേഹം നല്ലൊരു സൂട്ടും ഒക്കെ ഇട്ട് അവിടെ വന്നു. അന്ന് അവിടെ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചത് ഹിൽസോങ് ഗ്രൂപ്പിനെയാണ്. ഹിൽസോങ്ങിനെ കേട്ടിട്ടില്ലാത്തൊരു കുറവായിരിക്കും. ചാടി തകർത്ത് എന്തോ ബഹളം വെച്ച് മുടി നീട്ടിയവനുണ്ട്, താടി നീട്ടിയവനുണ്ട്, വൃത്തികെട്ട തുണി കൊടുത്തവനുണ്ട്, അതും ഇല്ലാത്തവനുണ്ട്. എല്ലാം കണ്ട വഷളത്വം മുഴുവനും ഒരുമിച്ച് കൂടി ഒരു അവിയൽ ഗ്രൂപ്പാണ്. ഞാനതിന് പോകാറില്ല കേട്ടോ, ഞാൻ പോകാറില്ല. ഈ ഗ്രൂപ്പ് ഇതുങ്ങളെയാണ് പാട്ട് പാടാൻ വിളിച്ചത്. പക്ഷേ ഇവർ പാടുമ്പോൾ ആളുകൾ കണ്ടവാനും ചാടും, അതിന് യാതൊരു സംശയമില്ല. ഭയങ്കര ബാസും ഒക്കെ കൊടുത്ത് ശബ്ദം വെക്കുമ്പോൾ എല്ലാവരും ചാടും. അന്ന് അതിൻ്റെ സീനിയർ പാസ്റ്റർ വന്നേച്ച് പറഞ്ഞു, ഞങ്ങളുടെ പാട്ട് ലോകം മുഴുവനും പ്രസിദ്ധമാണ്, ലോകം മുഴുവനും ഞങ്ങളെ സ്വാഗതം ചെയ്യും. കാരണം ഞങ്ങൾ ഈ വേണ്ടാത്ത സ്ട്രിക്ട്നെസ് ഒന്നും ആരുടെയും മേൽ വെക്കത്തില്ല. പിള്ളേർക്ക് തോന്നിയ പോലെ വസ്ത്രധാരണം നടത്തും. ഇവരെല്ലാം ഭയങ്കര ആത്മീയരാണ്, പക്ഷേ ഇവരെല്ലാം തോന്നിയ പോലെ വസ്ത്രധാരണം നടത്തും. അവരുടെ വസ്ത്രധാരണത്തിനും മറ്റുമുള്ള ഫ്രീഡം ഞങ്ങൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ആ ഫ്രീഡത്തിലാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണ്ടേ? അവനായിരുന്നു അവരുടെ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ്. അവനെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ എന്ന് ചോദിച്ചു. ശരി, കാണട്ടെ എന്ന് പറഞ്ഞു. അവന് ഇതിൻ്റെ പുറകിലായിട്ടൊരു റൂമുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ കഥ ഇങ്ങോട്ട് തുറന്ന് അവൻ ഇറങ്ങി വന്നു. അവൻ്റെ ഗിറ്റാറുകളിലെ ഒരുപാട് സ്റ്റിക്കർ ഒട്ടിച്ച്, എല്ലാം കണ്ട തല്ലിപ്പൊളിയാണ്. ഒത്തിരി സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച്, മുടിയും നീട്ടി വളർത്തി, താടിയും നീട്ടി വളർത്തി, എല്ലാം മഹാവികൃതം മുക്കാൽ വലിപ്പം വരുന്ന ഒരു നിക്കറും ഒക്കെ ഇട്ട്, ഒരു ടീഷർട്ടും ഇട്ട് മഹാവൃത്തികെട്ടിൽ ഇങ്ങോട്ട് കയറി വന്നു. എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കാരണം ലോകം മുഴുവനും വാഴ്ത്തിപ്പുകഴ്ത്തുന്ന ഗിറ്റാറിസ്റ്റാണ്. എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്നിട്ട് ഈ സീനിയർ പാസ്റ്റർ ചോദിച്ചു, ഇവനെ കണ്ടിട്ട് യേശുവിനെ പോലെ ഇരിക്കുന്നില്ലേ? അതേ എന്ന് പറഞ്ഞ ആളുകൾ വീണ്ടും കൈയടിച്ചു. R.W. ഷാംബാക്കിന് പ്രസംഗിക്കേണ്ട സമയമായി. അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി നല്ല നീറ്റായി വസ്ത്രധാരണം ചെയ്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂട്ടും ഒക്കെ ഇട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറി വെച്ച് പറഞ്ഞു, എന്നെ എൻ്റെ 84-ാമത്തെ വയസ്സിൽ എന്തിനാണ് ഉൾഫ് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ ആദ്യം ഞാൻ ഈ രാജ്യത്ത് വന്നതാണ്. എവിടെയായിരുന്നത്? സ്വീഡൻ. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യം സ്വീഡനിൽ വന്നതാണ്. അന്ന് എന്നെ വിളിപ്പിച്ചത് നിങ്ങളുടെ പ്രൈം മിനിസ്റ്ററോട് സംസാരിച്ചുകൊണ്ട് ഉൾഫിന് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാനാണ്. അത്രയും കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ 24-ാമത്തെ വയസ്സിൽ വേറൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററെ പോയി കണ്ട് 15 ഏക്കർ വസ്തു വാങ്ങിച്ച് ഇവരത്തിന് കൊടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിനുവേണ്ടിയാണ് അന്ന് എന്നെ വിളിച്ചത്. ഇന്ന് എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ഈ 84-ാമത്തെ വയസ്സിൽ എന്നെ എന്തിനു വിളിച്ചു ഉൾഫ്? നീ എന്നെ എന്തിനാ വിളിച്ചേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുറച്ച് ഇന്ത്യക്കാരുണ്ട്, അവരുടെ മേലൊന്ന് കൈവെക്കാനാ. ഒന്ന് കേട്ടോണം, അവരുടെ മേലൊന്ന് കൈവെക്കാനാ ഒരു ഇമ്പാർട്ടേഷൻ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് 84 വയസ്സായി. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുമോനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് 20ഓളം വയസ്സ് പ്രായമുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുമോനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മുമ്പേ നമ്മുടെ ഗിറ്റാറിസ്റ്റിനെ പരിചയപ്പെടുത്തിയല്ലോ, അതുപോലെ ഞാൻ എൻ്റെ കൊച്ചുമോനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്നിട്ട് പറഞ്ഞ എന്തുവാണ് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു. ആ കൊച്ചനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. സ്റ്റേജിൽ വരാൻ പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ വന്നു. അന്നുടനെ പറഞ്ഞു, ഇതാണ് എൻ്റെ കൊച്ചുമോൻ. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ, ഇവനെ ഒന്ന് നോക്കിക്കേ. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരുപോലെ തോന്നുന്നുണ്ടോ? എൻ്റെ സൂട്ട് എന്തോ അത് തന്നെ അവൻ്റെ സൂട്ട്, എൻ്റെ പാൻ്റ് എന്തോ അത് തന്നെ അവൻ്റെ പാൻറ്, എൻ്റെ മുടി വെട്ടിയത് എങ്ങനോ അത് തന്നെ അവൻ്റെ മുടി, ഞാൻ എങ്ങനെ ഷേവ് ചെയ്തു അത് തന്നെ അവൻ്റെ ഷേവ്, എൻ്റെ ഷൂസിൻ്റെ നിറം നോക്ക് അവൻ്റെ ഷൂസിൻ്റെ നിറം നോക്ക്. ദൈവം സൃഷ്ടിക്കുമ്പോൾ അതത് തരം ഫലം കഴിക്കുന്ന വിത്തുള്ള സസ്യങ്ങളെ മാത്രമേ ദൈവം സൃഷ്ടിച്ചുള്ളൂ. ഈ വികൃതി ദൈവികമല്ല, വികൃതി പൈശാചികം. അന്നിരുന്ന് ഞങ്ങളെപ്പോലുള്ളവരുടെ കണ്ണു തുറക്കുന്ന സംഭവമായിരുന്നു. ഈ വികൃതി ദൈവികമല്ല, വികൃതി പൈശാചികമാണ്. അതത് തരമുള്ള അതത് ഫലമുള്ള വൃക്ഷമാണ് ദൈവം സൃഷ്ടിച്ചത്. അത് അങ്ങനെയുള്ള സസ്യങ്ങളാണ് സൃഷ്ടിച്ചത്. ദൈവസൃഷ്ടി ഏതെന്നും ലോകത്തിൻ്റെ സൃഷ്ടി ഏതെന്നും നിങ്ങൾക്ക് തിരിച്ചറിയണം.
ഒരു ഭയങ്കര വാണിംഗ് ആയിരുന്നു. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കണ്ട കൂത്തുകാഴ്ചയെല്ലാം കാണുമ്പോൾ ഇത് ദൈവികമാണോ എന്ന് 7 പ്രാവശ്യം ചിന്തിക്കാതെ അംഗീകരിക്കരുത്. കാര്യം ചുമ്മാ നരകത്തിൽ പോകും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് ദൈവികമാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. വസ്ത്രധാരണവും മറ്റും അതത് തരം വിത്തുള്ള സസ്യങ്ങളാണ് കർത്താവ് സൃഷ്ടിച്ചത്. ഇതും കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, ഒരു കൊച്ചു മെസ്സേജ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മെസ്സേജ് പറയാൻ പറ്റത്തില്ല, 15 മിനിറ്റ് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ വന്നത്. പക്ഷേ ആ 15 മിനിറ്റിൽ 5 മിനിറ്റ് ഞാൻ ബാക്കി വെക്കുകയാണ്. ഇന്ത്യക്കാർ എത്ര പേരുണ്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോഴാണ് കാണുന്നത് 5 പേരേ ഉള്ളത്. മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ 5 പേരുടെ തലയിൽ കൈവച്ച് വെച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു ഉണർവ് കൊണ്ടുപോകണം. ഈ വികൃതിത്തരമല്ല, ഇന്ത്യയിലേക്ക് ഒരു ഉണർവ് കൊണ്ടുപോകണം. അതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു, മൂത്ത മോനും ഉണ്ടായിരുന്നു. ദൈവം ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇറക്കി വിട്ടു. ഒരുപാട് അനുഭവങ്ങൾ ദൈവം പഠിപ്പിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഒരാളിനോട് സംസാരിച്ചു. ഒരാൾ എന്നെ കൊണ്ട വിട്ട കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിന് ഡീപ്പർ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ചില സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം മുഴുവൻ സിൽവർ ഡസ്റ്റ് കൊണ്ട് നിറയും. ചില സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ഉന്നതമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എന്നറിയാൻ വേണ്ടിയാണ്. ആ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചാൽ പറഞ്ഞു, ഇത് മുഴുവൻ പിശാചാണ്, ഈ വഴിയെ പോയേക്കരുതെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇതൊക്കെ ഇതിനപ്പുറം പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് കേട്ട ഒരു ചരിത്രമുണ്ട്. ഈ 14ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ മുഴുവനും യൂറോപ്പ് വിട്ടുപോകണം എന്നും പറഞ്ഞ് പല ഗവൺമെൻറ്റുകൾ ഓർഡറിട്ടു. അവരൊരു ടാർഗറ്റ് ഡേറ്റ് കൊടുത്തു. ഇന്ന ഡേറ്റിനകം ഈ രാജ്യങ്ങൾ വിട്ടുപോകുന്നില്ലെങ്കിൽ, യൂറോപ്പിലെ ഈ രാജ്യങ്ങൾ വിട്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങളെ പാടെ കൊല്ലും. ഹിറ്റ്ലർ ചെയ്തതിൻ്റെ ബാക്കി ഞങ്ങൾ ചെയ്യും. കാര്യം ഈ തലമുറ ശേഷിക്കരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ മുഴുവനും കൊന്നുകളയും എന്ന് പറഞ്ഞു. ശകലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെക്കുറിച്ചും ഇത് തന്നെ ഉണ്ടായത്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെയും കൊന്നുകളയും, അതുകൊണ്ട് യൂറോപ്പ് വിട്ടുപോകുവാൻ അവരോടും ആവശ്യപ്പെട്ടു. പക്ഷേ എങ്ങോട്ട് പോകണം? പോകാനൊരിടമില്ല. അന്നേരത്താണ് ക്രിസ്റ്റഫർ കൊളംബസും അദ്ദേഹത്തിൻ്റെ കൂടെ ചിലരും അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അവർ കണ്ടുപിടിക്കാൻ പോകുന്ന വഴി ഒത്തിരി പേര് കേട്ടിട്ടുള്ള കഥയാണ്. ഇത് പഴയ കഥയാണ്, 14ാം നൂറ്റാണ്ടിലുള്ള കഥയാണ്. അവർ പോകുന്ന വഴിക്ക് ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രം കടന്നാണ് പോകേണ്ടത്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനകത്ത് ജിബ്രാൾട്ടർ പാറ എന്നറിയപ്പെടുന്ന ഒരു ഭയങ്കര പടുകൂറ്റൻ പാറയുണ്ട്. ഒരുപാട് കിലോമീറ്ററുകൾ മൈലുകൾ ദൂരം വൃക്ഷങ്ങളും മരങ്ങളും ഒന്നുമില്ലാതെ സമുദ്രം തന്നെ കിടക്കുകയുണ്ട്. അറ്റ്ലാന്റിക്കിൻ്റെ മേളിൽ അടിക്കുന്ന കാറ്റ് അതിശക്തമാണ്. ഈ കാറ്റടിച്ചുള്ള വെള്ളം മുഴുവനും കൂടെ കൊണ്ടുവന്നാൽ ഈ ജിബ്രാൾട്ടർ പാറയിലാണ് അടിക്കുന്നത്. ജിബ്രാൾട്ടർ പാറയുടെ വലിപ്പം നമ്മുടെ കേരളത്തിൻ്റെ പകുതി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു പാറയാണ്. ഇതിലോട്ടാണ് ഇതെല്ലാം കൂടെ ചേർന്ന് അടിക്കുന്നത്, ജിബ്രാൾട്ടർ പാറ. ഈ പാറയിൽ നിന്ന് തിരമാല പൊങ്ങിയാൽ 1 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് വരെ തിരമാല പോകുന്നവരെ അത്ര ശക്തമാണ്. എങ്കിലും ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കപ്പൽക്കാർ അവിടെ പോവുകയും ഒത്തിരി എണ്ണം ചാകുകയും ചെയ്തു. ഈ സമുദ്രത്തിനകത്ത് ഒരുപാട് കപ്പലുകൾ പോയി. 1 കിലോമീറ്ററൊക്കെ ഉയരത്തിൽ തിരമാല അടിക്കുന്നിടത്ത് സാധാരണ കപ്പലുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരുപാട് കപ്പലുകൾ മുങ്ങി. അവസാനം ഒരാൾ ഓർത്തു, ഈ പാറയിൽ ഒരു എഴുത്തെഴുതി വെക്കാം. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: നോ മോർ ബിയോണ്ട്. ഇതിനപ്പുറത്തോട്ട് ഒന്നുമില്ല, ചുമ്മാ പോയി ചാകണ്ട. നോ മോർ ബിയോണ്ട്, നോ മോർ ബിയോണ്ട് എഴുതി വെച്ചു. ഈ ക്രിസ്റ്റഫർ കൊളംബസിനോടാണോ അദ്ദേഹത്തിൻ്റെ സഹകാരിയോടാണോ ആരോടോ ഒരാളിനോട് ഒരു ദൈവിക ഗൈഡൻസ് ഉണ്ടായിട്ടാണ് അവർ പോയത്. അവർ ചുമ്മാ ഒന്നും പോയതല്ല, ഒരു ദൈവിക ഗൈഡൻസ് ഉണ്ടായി. ഈ ജീവൻ പണയപ്പെടുത്തിയിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാർക്കും ഈ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന യഹൂദന്മാർക്കും പോയി താമസിക്കുവാൻ വേറെ ഒരു സ്ഥലമുണ്ട്, ഈ കടലിനപ്പുറത്ത് പോകാൻ പറഞ്ഞു. അതിനാണ് അവർ പോയത്. അങ്ങനെയാണ് കൊളംബസൊക്കെ മിടുക്കനായത്. അങ്ങനെ തിരക്കിപ്പോയി അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ക്രിസ്റ്റഫർ കൊളംബസ് കുറച്ച് ടാറും കൂടെ വാങ്ങിച്ചുകൊണ്ടാവന്നേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? ടാറും കൂടെ വാങ്ങിച്ചുകൊണ്ടാവന്നേ. അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഈ ജിബ്രാൾട്ടർ പാറയിൽ ഒരു എഴുത്തുണ്ടല്ലോ, നോ മോർ ബിയോണ്ട്. അതിലെ നോ അങ്ങ് മായ്ച്ചു. എന്നിട്ട് അതിൻ്റെ വലത്തുവശത്തോട്ട് അതിലെ നോ അങ്ങ് മായ്ച്ചു, മോർ ബിയോണ്ട്. എന്നിട്ട് അവിടെ അദ്ദേഹം എഴുതി വെച്ചു, ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം പോയി കണ്ടേച്ചു വന്നവരാ. എൻ്റെ അപ്പച്ചന്മാർ കാണാഞ്ഞതിനപ്പുറം തന്നെ അയച്ച ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാക്കന്മാർ നോ മോർ എന്ന് പറഞ്ഞെടുത്ത് മച്ച് മോർ എന്ന് തിരിച്ചു പറയുവാൻ
കർത്താവിനെ കൊണ്ടുവന്ന വഴിക്കായി സ്തോത്രം. എനിക്ക് പറയാനുള്ള മേജർ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നമ്മൾ കണ്ടതിനപ്പുറത്തെ ഏതാണ്ടൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ ആഴങ്ങൾ കാണുവാൻ നമ്മളെ കൊണ്ട് ഒത്തിട്ടില്ല. ദൈവത്തിൻ്റെ ആഴങ്ങൾ കാണാൻ നമ്മളെ കൊണ്ട് ഒത്തിട്ടില്ല. ആ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് തയ്യാറാകാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മെ ആഴങ്ങളിൽ നടത്തും. There are more beyond. Let me add much more beyond. നമ്മൾ കണ്ടതിനേക്കാൾ ഒരുപാട് കാര്യം കൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ജനറൽ ക്ലാസ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി 1 മണിയായി. ഞാനൊരു 1:30 മണി വരെ എളുപ്പം ഒരു കുറച്ച് ഭാഗങ്ങളിൽ കൂടെ പോയിട്ട് ഇമ്പാർട്ടേഷൻ എന്നുള്ളത് വൈകിട്ട് തൊടാം. ഇപ്പം രാവിലെ ഞാൻ ഇമ്പാർട്ടേഷൻ തൊടുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ചങ്ങ് പിരിയാം. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തി, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല. ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർത്തി പ്രാർത്ഥിക്കാൻ പ്രയാസമുള്ളതുപോലെ സഭ വളർന്ന ചിലരുണ്ട്. മുമ്പേ പറഞ്ഞ തോമസ് ജോർജ് അതിലൊരാളാണ്. ഞാൻ തോമസ് ജോർജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിലൊരാളാണ്. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. തൻ്റെ ചർച്ചിൽ 1.25 ലക്ഷം ആളുണ്ട്. തൻ്റെ ചർച്ചിൽ 1.25 ലക്ഷം. പക്ഷെ അതിന് വിരോധം വരും, അത് വേറെ കാര്യം. പക്ഷെ 1.25 ലക്ഷം ആൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരാളിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് വീട്ടിൽ വന്ന് ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വേറെ കാര്യം. അതർവൈസ് ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ആരുടെയും തലയിൽ കൈവക്കത്തില്ല. അദ്ദേഹം പറയാറുള്ളത് അവനവൻ്റെ കൈ അവനവൻ്റെ തലയിലോട്ട് വെച്ചോളാൻ എന്ന് പറഞ്ഞാൽ ഒരു 1000 പേരായിരിക്കും നിൽക്കുക. 1000 പേരുടെ മേൽ തോമസ് ജോർജ് കൈവച്ച് പ്രാർത്ഥിച്ചാലുണ്ടാക്കത്തില്ല. ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഇടന്ന വല്ലവനും കൊല്ലും. അതുകൊണ്ട് ഒരുപാട് കാര്യമുണ്ട്. തോമസ് ജോർജ് ശുശ്രൂഷയിൽ ആ വളരുന്ന ഭയങ്കര ഗ്രോത്തിൻ്റെ സമയത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആരേലും അദ്ദേഹത്തോട് നിന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം നേരെ പറയും, മനുഷ്യൻ്റെ പേരറിഞ്ഞിട്ട് എന്തോ ചെയ്യാനാ, യേശുവിനെ അറിയടാ, അത് മതി. അതായിരുന്നു അദ്ദേഹം പറയുന്നത്. പ്രഭു യേശുക്കോ ഗ്രഹൻ കരൂ, കർത്താവ് യേശുവിനെ അറിയടാ, അതാണ് വേണ്ടത്. മനുഷ്യൻ്റെ പേര് കൊണ്ട് എന്നെ എടുക്കാനാ. ഒടുവിൽ ആളെല്ലാം കൂടി ഇവനെ പ്രഭു യേശു എന്ന് പേരിട്ടു. കാര്യം പേര് ചോദിച്ചാൽ പറയത്തില്ല, ആരോടും പറയത്തില്ല. നീ എവിടെ താമസിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ അന്ന് രാത്രി കൊന്നുകളയും. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പറഞ്ഞു കൊടുത്താൽ അന്ന് രാത്രി കൊന്നുകളയും. നീ എവിടെ താമസിക്കുന്ന? അരേ ആസ്മാൻ ക നീച്ചയ്ക്ക് ആയാർ. അദ്ദേഹത്തിൻ്റെ ചോദ്യം, എടാ ആകാശത്തിൻ്റെ കീഴിൽ എവിടെ താമസിച്ചാൽ എന്നടാ. ഇത് കവിഞ്ഞ് പറയത്തില്ല. തോമസ് ജോർജ് 70 കിലോമീറ്റർ ദൂരെയാണ് താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ചർച്ച് നടക്കുന്നിടത്തുനിന്ന് 70 കിലോമീറ്റർ, ചെറിയ അകലമൊന്നുമല്ല. വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റാണ് രാവിലെ 10 മണിയുടെ മീറ്റിങ്ങിന് അദ്ദേഹം പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നോർമൽ ഡ്രസ്സ്, ഷർട്ടും പാൻറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങും. ഒരു കൊച്ചു പെട്ടിയും കൈ കാണും. ഇറങ്ങി വഴിയിൽ എവിടെയെങ്കിലും ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറി ഡ്രസ്സ് അങ്ങ് മാറും. അതോടെ കുത്ത പൈജാമ, വടക്കേ ഇന്ത്യൻ വേഷമാവും. ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ രണ്ടാമതൊരു വിശ്വാസിയുടെ വീട്ടിൽ കയറി ഒരു സാരി എടുത്തു കൊടുക്കും. ഈ പെട്ടിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. കാര്യം ഇത് ആരാ വന്നത്, എവിടുന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു മനുഷ്യന് പിടികിട്ടാതിരിക്കാനാണ്. മീറ്റിങ്ങിന് കയറുന്നതിന് തൊട്ട് മുമ്പേ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഡ്രസ്സ് എടുത്തിടും. ഇത് എവിടുന്ന് വന്നെന്നും അറിയത്തില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, അല്ലെ കൊന്നുകളയും. ഇതായിരുന്നു തോമസ് ജോർജ്. ഞാൻ കണ്ടതാ. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ 1000 പേര് കുറഞ്ഞൊരു മീറ്റിംഗ് ഇല്ല. ഒരു കോട്ടേജ് മീറ്റിങ്ങിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ 1000 പേർക്ക് താഴെ ഒരു മീറ്റിംഗ് ഇല്ല. ഈ മീറ്റിങ്ങിൽ, ഈ 1000 പേരുള്ള മീറ്റിങ്ങിൽ എല്ലാവരുടെയും തലയിൽ കൈവെക്കാനൊക്കത്തില്ല. ഇടയ്ക്കൂടെ ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ വല്ലവരും കൊന്നൊന്നും വരും. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യാറുള്ളത് അവനവൻ്റെ കൈ അവനവൻ്റെ തലയിൽ വെച്ചോളം പറയും. അവരവരുടെ കൈ അവരവരുടെ തലയിൽ വെക്കും. എന്നിട്ട് ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ, ദൈവമേ ഓരോ ദൂതന്മാരെ ഓരോ കൈകളിലേക്കും അയക്കണം, ആ ദൂതന്മാർ നിന്റെ മേളിൽ കൈവയ്ക്കട്ടെ. ഇതൊരു കൽപ്പനയാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകാം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ വാക്കുകളേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക്. അദ്ദേഹം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു കുപ്പി എണ്ണ കൊണ്ടുവരാൻ പറയും, എണ്ണ പൊക്കിപ്പിക്കാൻ പറയും. ആ എണ്ണ പൊക്കി പിടിക്കുമ്പോൾ എന്ത് രോഗം പോലും എവിടുന്ന് വന്നതുപോലും ഇതൊന്നും അദ്ദേഹത്തിന് അറിയണ്ട, എണ്ണ പൊക്കി പിടിക്കാൻ പറയും. ആ എണ്ണ പൊക്കി പിടിക്കുമ്പോൾ ഇദ്ദേഹം ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ അങ്ങയുടെ ബലം കാണിക്കണേ, അങ്ങയുടെ മഹത്വം കാണിക്കണേ, അങ്ങയുടെ മഹത്വം കാണിക്കണേ, ആമേൻ. ഇത്രയേ ഉള്ളൂ, അങ്ങയുടെ മഹത്വം കാണിക്കണേ, ആമേൻ. എന്നിട്ട് പറയും ഓരോ തുള്ളി എണ്ണ എടുത്ത് ചിലതിനോട് പറയും നെറ്റിക്ക് വെക്കാൻ, പിന്നെ ഒരു ദിവസം പറയും പെടലേക്ക് വെക്കാൻ, പിന്നെ ഒരു ദിവസം പറയും കയ്യെ പുരട്ടാൻ, ഒരു ദിവസം പറയും 1 തുള്ളി എണ്ണ, പിറ്റേ ദിവസം പറയും 3 തുള്ളി എണ്ണ. അന്നേരം വായു വരുന്ന പോലെ 1 മുതൽ 7 വരെ പല തുള്ളികൾ എടുത്ത് ശരീരത്ത് വെക്കുക. എന്നിട്ട് ഓരോ തുള്ളിക്ക് 3 പ്രാവശ്യം വീതം ഖുദാവുൻ ദീശുമേശിക്ക് ജയ് എന്ന് പറയണം. യേശുവിന് മഹത്വം ജയ് വിളിക്കണം 3 പ്രാവശ്യം. 1 തുള്ളി എണ്ണയാണെങ്കിൽ 3 പ്രാവശ്യം, 3 പ്രാവശ്യം ഓരോ തുള്ളി എണ്ണ വെക്കാൻ പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും 3 പ്രാവശ്യം ഖുദാവുൻ ദീശുമേശിക്ക് ജയ് എന്ന് പറയണം. പൊയ്ക്കോ, നിങ്ങൾ സുഖമായി, 1000 സുഖമാവും.
ആയിരങ്ങൾ സുഖമാകും. ചർച്ച് വളരുമ്പോൾ അതിനനുസരിച്ച് മെത്തേഡുകൾ പരിശുദ്ധാത്മാവ് തരും. നമ്മുടെ പഴഞ്ചൻ മെത്തേഡിനകത്ത് ഇരുന്നാൽ നമ്മളെ കൊണ്ട് പലപ്പോഴും രക്ഷപ്പെടാൻ കഴിയാതെ വരും. ഇത് സഭ വളരുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് അതിനുള്ള മെത്തേഡുകൾ തരും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കും കൈവച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രയാസമായി പാസ്റ്ററെ, എളുപ്പമല്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ വന്നു. ഞങ്ങൾക്കും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ മെത്തേഡുകളിലാണ് ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ദൈവം പല പല നല്ല കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്കും വളരണം, നിങ്ങളും മുന്നോട്ട് വരണം. നിങ്ങളെയും കർത്താവ് വളർത്തണം. ദൈവം നിങ്ങളെയും ഉപയോഗിക്കണം. ഒരു വലിയ ജനസമൂഹം ഇവിടെ നിന്നുണ്ടാകണം. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇന്ന് കുറച്ചുകൂടെ നമ്മൾ ആളുകൾ ചുരുക്കമല്ലേ, കുറച്ചുകൂടെ ഒക്കെ പ്രാർത്ഥിക്കും. എനിക്ക് തോന്നുന്നത് രാവിലെയും വൈകിട്ടുമായിട്ട്, മേ ബി വൈകിട്ടായിരിക്കും ഞാൻ ഇമ്പാർട്ടേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. രാവിലെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. മൊത്തത്തിൽ ഇതൊരു ജനറൽ പഠനമാണ്. ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നും സാധിക്കാനില്ല. എൻ്റെ കണ്ണിനൊക്കെ ഒരുപാട് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് എനിക്ക് ബൈബിളിൽ നിന്ന് ഡയറക്റ്റ് വായിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത് ദയവായി എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ മൈക്കും. എനിക്ക് നോർമൽ മൈക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഒരുപാട് പോയി. അതുകൊണ്ട് ഇങ്ങനൊരു സ്പെഷ്യൽ മൈക്കൊക്കെ ഉപയോഗിക്കുക. ദയവായി എന്ന് ക്ഷമിക്കണം. പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് ത്രിയേകത്വമുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരിക്കത്തില്ല. ടക്ക് ടക്ക് ടക്കെന്ന് തൊട്ട് പറഞ്ഞു പോകാം. തൃത്വം എന്നൊരു പദം ബൈബിളിലുണ്ടോ? ഇല്ല. പിന്നെ തൃത്വം എന്ന ഉപദേശം എവിടുന്ന് വന്നു? ബൈബിളിൽ ഇല്ലാത്ത വേറൊന്ന് പറയാം. സാലറി എന്ന വാക്ക് ബൈബിളിലില്ല. അതിൻ്റെ അർത്ഥം സാലറി ഇല്ലെന്നല്ലല്ലോ. സാലറി എന്ന വാക്ക് ബൈബിളിലില്ല. തൃത്വം എന്ന പേര് ബൈബിളിലില്ല. റാപ്ചർ എന്ന പേര് ബൈബിളിലില്ല. പക്ഷെ ഇതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. ഈ ആശയങ്ങൾ തെളിയിക്കുന്നുണ്ട്. സാലറി എന്ന പദം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ വേജസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സാലറി എന്ന അർത്ഥമാണ് വേജസിന്. ഇതുപോലെ തന്നെ ത്രിയേക ദൈവം എന്ന ആശയം ബൈബിളിലുണ്ട്. കർത്താവ് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ തത്വം ബൈബിളിൽ മുഴുവനുമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാകണമെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ദൈവമാകണമെങ്കിൽ ഒന്ന്, തൻ സൃഷ്ടികർമ്മത്തിൽ ഇടപെട്ടിരിക്കണം. സൃഷ്ടിക്കാത്തതൊന്നും ദൈവമല്ല. നമ്മൾ ഭൂമിയിൽ പലതിനെ ദൈവമെന്ന് വിളിക്കാറുണ്ടെങ്കിലും അവരാരും ഒന്നും സൃഷ്ടിച്ചവരല്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാ ദൈവം. നമ്മൾ ദൈവങ്ങളെന്ന് വിളിക്കുന്ന പലരും ഈ ഭൂമിയിൽ വന്നു പിറന്നവരാ. അവരല്ല ഈ ഭൂമി ഉണ്ടാക്കിയത്, അവരല്ല ഇതുണ്ടാക്കിയത്. അവരിവിടെ വന്നു പിറന്നവരാ. അവർക്കൊരു ചരിത്രമുണ്ട്. പക്ഷെ യേശു അതല്ല, ദൈവം അതല്ല. താൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു പക്ഷെങ്കിൽ എടുത്തു കാണും. ഇപ്രാവശ്യം ഹൈദരാബാദിൽ പോയപ്പോൾ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഹൈദരാബാദിൽ ചെന്നപ്പോൾ കുറച്ച് പാസ്റ്റേഴ്സ് എൻ്റെ അടുക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഇൻ ദ ബിഗിനിങ് എന്നുള്ള ആ മെസ്സേജ് ഒന്ന് കേൾക്കണം. ഇൻ ദ ബിഗിനിങ് അങ്ങനൊരു മെസ്സേജ് എനിക്കില്ല. ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ അതിനകത്തെ ആദ്യത്തെ പിക്ചർ ഇൻ ദ ബിഗിനിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ക്രിയേഷനെ കുറിച്ചുള്ളതാണ്, സൃഷ്ടിയെക്കുറിച്ചുള്ളതാണ്. അതിനകത്ത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. അത് ഒരിക്കൽ ബിഗ് ബാങ് മുഖേനയായിരുന്നു. ബിഗ് ബാങ്ങിനെ കുറിച്ച് ഏറ്റവും ക്ലിയറായി ആളുകൾ പഠിച്ചത് 2018. 2012 നടന്ന സേൺ പരീക്ഷണം എന്നൊരു വലിയ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ, കേട്ടാൽ മനസ്സിലാവും. 2012 സേൺ പരീക്ഷണം എന്ന പേരിൽ ഇന്നുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് നടന്നത്. ജർമ്മനിയിൽ വെച്ചാണ് നടന്നത്. അതിൻ്റെ റിസൾട്ട്, അവർ കിട്ടിയ ഡേറ്റ് അവർ റെക്കോർഡ് ചെയ്തു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. 2012 എടുത്തതാണ്. 12 വർഷം കഴിഞ്ഞു, ഇതുവരെയും പഠിത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഡേറ്റ. പക്ഷേ 2018 അതിനകത്തെ ബിഗ് ബാങ് എന്നുള്ള ഏരിയ പുറത്തു വന്നത്. ആ ബിഗ് ബാങ് എന്നുള്ള ഏരിയ പുറത്തു വന്നു. മിഷിയ കാക്കു തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. മിഷിയ കാക്കു എന്ന് പറയുന്നത് ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. മിഷിയ കാക്കു തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. 3 ശബ്ദങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ഭാഷയിൽ അതിന് സി ബോസൻ, ഡബ്ല്യു ബോസൻ ആൻഡ് എക്സ് ബോസൻ എന്ന് 3 പേര് കൊടുത്തു. ഈ 3 ശബ്ദങ്ങളുടെ പ്രത്യേകത, ഇത് 3 തലമുറകളിൽ പെടുന്ന ശബ്ദമാണ്. നമ്മുടെ ഭാഷയിൽ, ബൈബിൾ ഭാഷയിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടിച്ചത് തൻ്റെ വാക്കുകൊണ്ട്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ 3 തലമുറകളിൽ നിന്നായി പുറത്തു വന്ന 3 ബോസനുകൾ ഒരുമിച്ച് ചേർന്നതാണ് പ്രപഞ്ചമായി മാറിയത്. 2, ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് ചേർത്തതാരാ?
ശാസ്ത്രം പറഞ്ഞു നടുക്കത്തെ ശബ്ദമാണ് ഇതിനെ മൂന്നിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത്. മിഷേക്കാക്കുവിൻ്റെ വാചകങ്ങളാണ്. എന്നാൽ ബൈബിൾ പറഞ്ഞു കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനായും അവനായും അവന് വേണ്ടിയും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാച്ചിങ്. ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. 104-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ ശ്വാസം എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം റൂവ എന്ന എബ്രായ വാക്കാണ്. റൂവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവാണ്. നീ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അയക്കുന്ന ഒരാളുണ്ട്, അത് പിതാവാണ്. പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഈ മത്തായിയുടെ സുവിശേഷം 28 യേശു ഒടുവിലത്തെ കമ്മീഷൻ കൊടുക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരും, അത് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ എല്ലായിടത്തും യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഇവിടെ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണ്? സാക്ഷിയാകാൻ. ഈ സാക്ഷി എന്നുള്ള പദത്തിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോവാം. സാക്ഷി എന്നുള്ള പദത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാം. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ ഉടനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്ത്. 3-ാമത്തെ അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ പടിക്കലിരുന്ന മുടന്തനായ മനുഷ്യനെ പിടിച്ചുപോക്കി. അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ കയറി ദൈവത്തെ ആരാധിച്ചു. ഇത് കണ്ടവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പത്രോസിനെയും യോഹന്നാനെയും കണ്ട് ഇവർ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് അവരുടെ നേരെ തിരിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ കുരിശിച്ച ദൈവം നിങ്ങൾ കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ എഴുന്നേറ്റത്. ആ സാക്ഷിയാണ് പുരോഹിതന്മാരെ വരെ പിടിച്ചു കുലുക്കി ശുശ്രൂഷ കൊണ്ടത്. അല്ലെങ്കിൽ പത്രോസിന് വേണേ പറയായിരുന്നു, പണ്ടൊരിക്കൽ ഞാൻ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതിരുന്നപ്പോൾ യേശു അതുവഴി വന്നു, വലത്തുവശത്ത് വീശാൻ പറഞ്ഞു, വീശി ഭയങ്കര മീൻപിടുത്തമായിരുന്നു. അത് സാക്ഷിയാണ്, സത്യമായും അത് സാക്ഷിയാണ്. പക്ഷെ ആ സാക്ഷി കേട്ട് ആരും വരാൻ പോകുന്നില്ല. ഈ സാക്ഷി കണ്ടാൽ വരും. നിങ്ങൾ സാക്ഷ്യം പറയുന്നത് കാണിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കണം. അതിനാ പരിശുദ്ധാത്മാവിനെ തരുന്നത്. ഈ പദം ഒന്ന് നോട്ട് ചെയ്തോണേ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കണമെന്ന്. ആ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കണം. അതൊക്കത്തില്ലെങ്കിൽ ഈ പണി നിർത്തണം. നമ്മൾ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ ആത്മാവ് സൗഖ്യമാക്കുന്നതാണ്. ദൈവം സൗഖ്യമാക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിച്ചേ പറ്റൂ. ചെയ്ത് കാണിച്ചേ പറ്റൂ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയിൽ ഇന്നുവരെ ഞാൻ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളിൽ അടഞ്ഞുപോയ ചെവി തുറന്നു വരികയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പാസ്റ്റർക്ക് അത് അറിയാം. അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ആളാണ്, ഉണ്ടായിരുന്നയാളാണ്. അടഞ്ഞുപോയി ചെവി തുറന്നു വരുന്നതായിരുന്നു ഫസ്റ്റ് ടൈം ഞാനൊരു അത്ഭുതമായിട്ട് എൻ്റെ പേഴ്സണൽ മിനിസ്ട്രിയിൽ കണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ആളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് ഭയമായിരുന്നു എനിക്ക്. അയാൾ വിടുകയില്ല, അത് കാരണം പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസം സഭായോഗം കഴിഞ്ഞ ഉടനെ ഒരു 20-ൽ ശിഷ്ടം ആളുകളുള്ള ഒരു വലിയ കമ്പൈൻഡ് ഫാമിലി ഒരു 80 കിലോമീറ്റർ ദൂരെ നിന്ന് ബാംഗ്ലൂർ ചർച്ചിലോട്ട് വന്നു. ഞങ്ങളുടെ ചർച്ച അന്ന് ചെറുതാണ്, ഇത്രയും പോലും ഇല്ല, ഇതിനേക്കാളും ചെറുതാണ്. അതിനകത്തെല്ലാം കൂടി 22 മേ ബി ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 50 പേര് കാണും. അതിനകത്തൊരു 70 പേരും കൂടെ വന്നു കയറിയാൽ ഭയങ്കര തള്ള, അത് തിരിക്കാൻ സ്ഥലമില്ല, അതുപോലെ അങ്ങ് തള്ള. ഇതിനിടയ്ക്കാണ് ഈ 70 പേര് വന്നേച്ച് ഒരു അപ്പച്ചന് ചെവി കേൾക്കത്തില്ല, ചെവിക്ക് പ്രാർത്ഥിക്കാനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ വഴക്കുണ്ടാക്കാൻ വന്നതാ, ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ചെവി തുറക്കുന്നത്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ദയവ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അയാൾ പോവില്ല, എൻ്റെ ചെവി തുറക്കാതെ ഞാൻ പോവില്ല. ഷടാ, എനിക്ക് കന്നഡ അറിയത്തില്ല, അറിയാവുന്നവരെല്ലാം കൂടെ പറഞ്ഞു നോക്കി, പാസ്റ്റർക്ക് ഒക്കത്തില്ല എന്നാ പറഞ്ഞ് എന്നാ വേണേ തരാമെന്ന അയാൾ. ഞാൻ എന്നാ വേണേ തരാം, എൻ്റെ ചെവി തുറന്നു തരണം, നിങ്ങൾക്ക് തുറക്കാൻ ഒക്കും. ആരാണ്ടയാളോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഒക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങാണ്ട് ആരാണ്ടെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നീ ബാംഗ്ലൂരിന് പോവാ, പുള്ളി ചെയ്യുമെന്ന്. അങ്ങനെ വന്നതാണ് ഇയാൾ. എല്ലാവരും കൂടെ എൻ്റെ നേരെ പ്രാർത്ഥിച്ചേ പറ്റൂ. അവസാനം അന്നത്തെ ഞങ്ങളുടെ ട്രഷററായിരുന്ന ബ്രദർ KJ ജോൺ ഉണ്ട്. ജോൺ ബ്രദറിനെ ബ്രദർ നിശ്ചയമായിട്ടും അറിയും. ബ്രദർ KJ ജോൺ ഉണ്ട്. ജോൺ ബ്രദറിനോട് പറഞ്ഞു, പാസ്റ്റർ ഇവർ പോവില്ല, എത്ര പറഞ്ഞാലും പോവില്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഒത്തില്ല പിന്നെ ദൈവത്തിൻ്റെ. ഞാൻ കൈവച്ചു, പ്രാർത്ഥിച്ചു, തമ്പുരാൻ്റെ ചെവി. അങ്ങനെയാണ് എൻ്റെ ആയുസ്സിൽ ആദ്യം എൻ്റെ കൈ കൊണ്ടൊരു ഒരുത്തൻ്റെ ചെവി തുറക്കുന്നത്. അയാൾ തന്ന പ്രതിഫലം അറിയാമോ? കോളാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് പണിയാനുള്ള സ്ഥലം ഫ്രീ.
രജിസ്ട്രേഷൻ കാശ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ. ഒരു ചർച്ച് പണിയാനുള്ള സ്ഥലം ഫ്രീ. ഇന്നവിടെ ദൈവകൃപയിൽ 1500 ശിഷ്ടം പേര് കൂടുന്ന ഒരു വലിയ ചർച്ചുണ്ട്. 1500 ശിഷ്ടം പേര് കൂടുന്നുണ്ട്. അത് തന്നത് അങ്ങേരാണ് ഈ ചെവി തുറന്നതിനാണ്. അങ്ങനെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിയുമ്പോഴാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആ അളവിൽ ദൈവത്തെ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിട്ടല്ല, ജോൺ ബ്രദർ വിശ്വസിച്ചതാണ്. ഞാൻ വിശ്വസിച്ചതല്ല. രണ്ടായാലും നടന്നു. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് എൻ്റെ സാക്ഷികളാകും. നിങ്ങളുടെ മേൽ ഇന്ന് ആത്മാവ് വന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇതൊരു പ്രവചന പദമായി ഇരിക്കട്ടെ, ശക്തി ലഭിച്ചിട്ട് യേശുവിൻ്റെ സാക്ഷികളാകും. നിങ്ങളുടെ കൈകൊണ്ട് വല്ലതും നടക്കും, നടന്നേ പറ്റൂ. നിങ്ങളുടെ കൈകൊണ്ട് നടക്കും. ഞാൻ കണ്ടിട്ടുള്ള അത്ഭുത രോഗസൗഖ്യങ്ങളിൽ ഒരെണ്ണം കൂടെ പറയാം. ഒരിക്കൽ ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ പോയി. ഞാൻ ഈ വാക്യത്തിലാണ് നിൽക്കുന്നത്. വിശ്വസിച്ചിട്ട് അടയാളങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അതാ ബേസിക്. സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് MA വർഗീസ് എന്നാണ്, വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്, ഇന്നലെ വന്നതാണ്, ഇന്നിങ്ങോട്ട് കൊണ്ടുവിട്ടതാണ്. ഇതെല്ലാം സാക്ഷിയാണ്. ആ മണ്ടത്തരം പറയാനല്ല കർത്താവ് ആവശ്യപ്പെട്ടെ. ദൈവശക്തി കൊണ്ട് നടക്കുന്നത് എന്തെങ്കിലും പറയാനാണ് ആവശ്യപ്പെട്ടെ. അതിനെ ഞാൻ സാക്ഷി എന്ന് വിളിക്കും. ഓക്കെ, എൻ്റെ ആയുസ്സിൽ കണ്ടതിലെ ഏറ്റവും ശക്തമായി ഒന്ന് PV ആശാരി ഉപദേശിച്ച കൈ കൊണ്ടായിരുന്നു ആദ്യം കണ്ടത്. അന്ന് എനിക്ക് 14 വയസ്സുണ്ട്. 14ാമത്തെ വയസ്സിൽ വളഞ്ഞവട്ടം എന്ന് പറഞ്ഞ തിരുവല്ലായിക്ക് തെക്ക് വളഞ്ഞവട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് PV ആശാരി ഉപദേശി കൺവെൻഷൻ നടത്തുക. 7 ദിവസത്തെ കൺവെൻഷനായിരുന്നു. 7ാമത്തെ രാത്രിയിൽ ഭയങ്കര അടിയായിരുന്നു അവിടെ. ഒരു ഗ്രൗണ്ട് ആരോ ഒരാൾ കൊടുത്തു. അതിൻ്റെ വട്ടത്തിൽ വേലിയൊക്കെ കെട്ടി മതില. ഈ വേലി കമ്പി അഴിച്ച് തറയിലിട്ട്, മുള്ളുവേലിയുടെ കമ്പിയായിരുന്നു, കമ്പി അഴിച്ച് തറയിലിട്ട് അതിൻ്റെ മേളിൽ കൂടെ ചാക്ക് വിരിച്ച്, കുറച്ച് മണ്ണിട്ട് മണ്ണിൻ്റെ മേളിൽ കൂടെ ചാക്ക് വിരിച്ച് ഒക്കെയാണ് ആളുകൾ കയറത്തക്ക പോലെ സൗകര്യങ്ങൾ ക്രമീകരിച്ചത്. പന്തൽ നിറച്ചു ആളായിരുന്നു. അവസാനത്തെ രാത്രിയിൽ നല്ല ആത്മാവിൻ്റെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2-3 പേര് കൂടി, ഒരച്ഛനും അതിൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ മൂക്കറ്റം കള്ളു കുടിച്ചു വന്ന് ഇത് മുഴുവൻ മാന്തി ഈ വേലി മുഴുവൻ വലിച്ചു വട്ടത്തെ കെട്ടി. ഇനി ഇതിനകത്തുനിന്ന് ആരും രക്ഷപ്പെടത്തില്ല, വന്നാൽ അവൻ്റെ ദേഹമെല്ലാം മുറി. എന്നിട്ട് അകത്ത് കയറി അടിയും അങ്ങ് തുടങ്ങി. ഒരു സ്ത്രീയുടെ പുറത്തൊരടി അടിച്ചു. അവരല്ലേലിയ എന്നൊരു വിളി വിളിച്ചു. അവർക്കിട്ട് എടുത്തിട്ട് അവരെ അടിച്ചു. അത് കഴിഞ്ഞ് പന്തൽ വലിച്ചു പൊളിക്കാൻ വേണ്ടി ഒരച്ഛൻ നേരിട്ട്, അച്ഛൻ്റെ കൈ കൊണ്ടാണ് ചെയ്തത്. അച്ഛനോ എന്തോ അതിന് താഴെ ഒന്നുണ്ടോ, ചമ്മാച്ചനോ, ഇത് രണ്ടിലേതോ ഒന്നാ. കാര്യം ഫുൾ കുപ്പായമായിട്ടിരിക്കുന്നത്. എനിക്കിതിനെ തമ്മിൽ കണ്ടാൽ തിരിച്ചറിയത്തില്ല. രണ്ടായാലും അതിൻ്റെ ഒരു ഈറ ഇങ്ങോട്ട് വലിച്ച് ഊരുകയും ആ ഈറയുടെ മറ്റേ ഭാഗം താവോട്ട് വന്ന് അവിടെ ഇരുന്ന ഒരു സ്ത്രീയുടെ പുറത്തു കൊണ്ടു. അവരും ഹല്ലേലൂയ എന്നൊരു വിളി വിളിച്ചു. ആ സ്ത്രീക്കിട്ടും 2-3 അടി അടിച്ച് ഇയാൾ പോയി. അടിച്ചുടനെ PV ആശാരി ഉപദേശി സ്റ്റേജിൽ നിന്നൊരു വിളി വിളിച്ചു. എടാ ചെമ്മാച്ചാന്നാണ് വിളിച്ചു. എടാ പെണ്ണുങ്ങളെ തല്ലുന്ന മാർഗമല്ല എടാ സുവിശേഷ വേല. നിനക്ക് കഴകമുണ്ട്, സ്റ്റേജിൽ കയറി വേടാ, എന്നെ തൊട്ടാൽ നീ കരിഞ്ഞ് താഴെ വീഴും. രണ്ടായാലും അയാൾ വന്നില്ല. ആളുകളെല്ലാം 4 പാടും ഓടിയവരുടെ മുഴുവനും വസ്ത്രങ്ങളും കീറി, അവരുടെ ഇത് മുഴുവൻ എന്തുവാ, രക്തവും മാംസവും ഈ കമ്പിവേലിയിൽ മുഴുവനുണ്ട്. ആശാരി ഉപദേശിച്ച് അതിൻ്റെ നടുക്ക് നിന്ന് മൈക്കിൽ കൂടെ ഒരു അനൗൺസ്മെൻറ്റ്, കൺവെൻഷൻ നീട്ടിവെച്ചിരിക്കുന്നു 14 ദിവസം. ഇത് 7 ദിവസത്തെ കൺവെൻഷൻ തുടങ്ങിയതിൻ്റെ 7ാമത്തെ ദിവസമായി. ലോക്കൽ ഉപദേശിയോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല. എന്ത് വെച്ചാൽ എന്ത് ധൈര്യത്തിൽ അയാൾ പറഞ്ഞെന്നറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, നീട്ടിവെച്ചിരിക്കുന്നു കൺവെൻഷൻ 14 ദിവസം കൂടെ. വളഞ്ഞവട്ടം നിവൃത്തലേ ആശാരി പോകൂ. അങ്ങരുടെ വാക്കിനായിരുന്നു. ഞാനിവിടെ ഇരിപ്പുണ്ട്. വളഞ്ഞവട്ടം നിവർത്തിട്ട് ആശാരി പോകൂ. ഒടുവിൽ അന്ന് രാത്രിയിൽ കുറേ പേരിരുന്നു. എനിക്കും വീട്ടിലോട്ട് വരാൻ ഒക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഗേറ്റായിട്ട് വന്നാൽ കയറ്റുകയില്ല. അതുകൊണ്ട് ആ പന്തലിൽ തന്നെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് 14 കിലോമീറ്റർ 18 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് രാത്രിയിൽ കുറേ ലീഡേഴ്സ് ഉപദേശിമാരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ആശീർവദേശി പറഞ്ഞു, നാളെ പകൽ, തിങ്കളാഴ്ച പകൽ ഇവിടെ ഒരു വെളുത്ത അംബാസഡർ കാറിൽ ഒരു രോഗിയെ കൊണ്ടുവരും. അക്കാലത്ത് പെന്തിക്കോസ്തുകാരുടെ കൺവെൻഷന് കാർ വരുന്ന സിസ്റ്റം ഇല്ല, സൈക്കിളില്ലല്ലോ, പിന്നല്ലേ കാർ വരുന്ന സിസ്റ്റം ഇല്ല. ഇവിടെ കാലിൽ ചെരുപ്പിടാനില്ലാത്തവനാണ് കൺവെൻഷന് വരുന്നത്. ഒരു വെളുത്ത അംബാസഡർ കാറിൽ ഒരു രോഗിയെ കൊണ്ടുവരും. ആ രോഗിയുടെ കാലുകൾക്ക് തമ്മിൽ ഒരു കാല് പോയതാണ്, അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു കാല് പോയതാണ്. പക്ഷെ കാല് കർത്താവ് സൗഖ്യമാക്കും. അപ്പം ഞങ്ങളെല്ലാം രാവിലത്തെ മീറ്റിങ്ങിന് ഇരിക്കുകയാണ്. തീരെ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 25 പേര് കാണും, അത്രേ ഉള്ളൂ. മീറ്റിങ്ങിന് ഇരിക്കുക. ഇതാ വരുന്നൊരു അംബാസഡർ കാറ്, വെളുത്ത അംബാസഡർ വരുന്നു. ഏതാണ്ട് നടക്കുക വന്നപ്പോഴത്തേക്ക് ഒരു തോന്നലായി തുടങ്ങി.
കൊച്ചിയിലെങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ഒരു മോന് പോളിയോ വന്ന് കാലുപോയി. ഈ പോളിയോക്കാരനെ കൊണ്ട് വന്നിരിക്കുക. അകലെ കാറ് കണ്ടപ്പോഴേ ആശാര് പറഞ്ഞാണ്ട് അതാണ് ഞാൻ കണ്ട കാറ് താണ്ട വരുന്നു, ഇതിന് രോഗി സൗഖ്യമാകും. അതുകൊണ്ട് മൊബൈലെല്ലാം ദയവായിട്ട് ഓഫ് ചെയ്യണേ. നമ്മുടെ അറ്റൻഷൻ അധികം പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനങ്ങ് ചുരുക്കിയേക്കാം. ഉപദേശിമാരിൽ ആരോ ഒരാൾ പറഞ്ഞു, നമുക്ക് ഈ രണ്ട് കാലുകൾ തമ്മിലുള്ള നീള വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ മോനെ ഒരു മേശപ്പുറത്തോട്ട് കിടത്തി, അവൻ്റെ കാല് ഒരു 11-12 വയസ്സ് കാണും. മേശപ്പുറത്തോട്ട് കിടത്തി കാല് രണ്ടും നീട്ടിയിട്ടു. രണ്ട് കാലിൻ്റെ മെഷർമെൻ്റ് എടുത്തപ്പോൾ 4.5 ഇഞ്ച് ചെറുതാണ് ഒരു കാല്. പോളിയോ വന്നുപോയ കാല് 4.5 ഇഞ്ച് ചെറുതാണ്. ആശാരോപദേശി കുറച്ച് എണ്ണ ചോദിച്ച എണ്ണ എടുത്ത് ആ കാലിൽ പുരട്ടി യേശുവിൻ്റെ നാമത്തിൽ നീണ്ടുവരാൻ പറഞ്ഞു. അരമണിക്കൂർ അദ്ദേഹം കൊച്ചിൻ്റെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അരമണിക്കൂർ കൊണ്ട് കാലൊരു 4 ഇഞ്ചോളം നീളുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുത അടയാളം ഞാൻ കാണുന്നത് അവിടെയാണ്. എനിക്ക് പ്രസംഗം പറഞ്ഞു തന്ന കൂട്ടത്തിൽ ആശാരോപദേശിയായിരുന്നു പറഞ്ഞു തന്നതെങ്കിൽ എൻ്റെ ആത്മീയം കൂടെ മനസ്സിലായിപ്പോനെ. ഈ പറഞ്ഞു തന്നെ അപ്പച്ചന്മാർക്ക് പകരം അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ആത്മീയം മനസ്സിലായിപ്പോയനെ. അത് മനസ്സിലാകാതെ പോയി. വർഷങ്ങൾക്ക് ശേഷം ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്ത് എന്നെ വിളിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, ഇതിനോടകം ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്ത് എന്നെ വിളിച്ചു. അവിടെ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു ഫിലിപ്പിനോ ആളാണ് ചർച്ചിൻ്റെ പാസ്റ്റർ. ഫിലിപ്പിനോസിൻ്റെ ചർച്ച, ഫിലിപ്പിനോ ചർച്ച. അയാൾ ഒരു അറബിയുടെ വീടിനകത്തെ അടുക്കളയിലെ കുക്ക. ഇമ്മാനുവേലിൻ്റെ ജോലി കുക്ക. അയാൾ ഒരു അടുക്കളയിൽ അകത്ത് ജോലി ചെയ്യുക. അവിടെ ചെന്ന് ഇയാളാണ് മീറ്റിംഗ് നടത്തുന്നത്. ചെന്നുടനെ എന്നോട് പറഞ്ഞ എം എ വർഗീസ് അല്ലേ? ആന്നു. ഇവിടെ ഒരു സ്ത്രീയുടെ 2 കാലുകൾക്ക് തമ്മിൽ നീള വ്യത്യാസമുണ്ട്, അതൊന്ന് സുഖമാക്കിയേച്ച് നമുക്ക് ബാക്കിയാകാം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എന്നെ കൊണ്ട് പറ്റുകയില്ല, ഇതെന്നെ കൊണ്ട് വെക്കുന്ന കാര്യമല്ല. അയാൾ പറഞ്ഞു, എടാ നിനക്ക് രോഗശാന്തി ഉണ്ടെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാൻ നോട്ടീസ് അടിച്ച് വെച്ചിരിക്കുക. അതിനാൾ വന്നാൽ ഞാൻ പറഞ്ഞു അതെല്ലാം ശരിയാണ്, പക്ഷേ ഈ പരിപാടിക്ക് ഞാനില്ല, എന്നെ കൊണ്ട് ഇത് ഒക്കുകയില്ല, എനിക്കൊരു ധൈര്യവുമില്ല. അയാൾ പറഞ്ഞു ചെയ്തേ പറ്റൂ, ഇപ്പം രോഗിയെ കൊണ്ടെന്നല്ലേ നമ്മുടെ നോട്ടീസ് കണ്ടുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ തീർത്ത് പറഞ്ഞില്ല, എന്നെ കൊണ്ട് ഒക്കുകയില്ല, എനിക്ക് അതിനുള്ള കൃപാവരം ഇല്ല. ഇമ്മാനുവേൽ അടുത്ത് എന്നാൽ ഞാനങ്ങ് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു വലിയ ഉപകാരം, ആരുടെയെങ്കിലും തലയിൽ വെക്കാണ്ടിരിക്കാൻ ഞാൻ. ഇമ്മാനുവേൽ ആ സ്ത്രീയോട് പറഞ്ഞ് ഭിത്തിയിലോട്ട് ചാരിയിരിക്കാൻ പറഞ്ഞു. ആ സ്ത്രീ സ്റ്റേജിൽ ഭിത്തിയിലോട്ട് ചാരിയിട്ട് കാല് 2 കൂടെ നീട്ടാൻ പറഞ്ഞു. കാല് 2 കൂടെ നീട്ടി. ഇമ്മാനുവേലോട് വന്നുകൊണ്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ആ നീളം കുറഞ്ഞ കാല് നീണ്ടുവാ. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ കൊണ്ട് ആ നീളം കുറഞ്ഞ കാലിൻ്റെ തള്ളവിരലിൽ തൊട്ടു. നീണ്ടുവാ. ഒരു 10 പ്രാവശ്യം പറഞ്ഞു കാണും. ഞാൻ നോക്കുമ്പോൾ തേണ്ട ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അനങ്ങുന്ന പോലെ ഈ കാലനങ്ങും. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അനങ്ങുന്ന പോലെ ഈ കാലനങ്ങുന്നു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് 2 കാലും തുല്യമായി. ഞാൻ ദൈവത്തോട് എന്ന് മനസ്സുരുകി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. കർത്താവേ, അറബിയുടെ വീട്ടിലെ കുക്ക് ഇമ്മാനുവേലിനെ കൊണ്ട് ഇത് ചെയ്യിക്കാമെങ്കിൽ ഈ ഫുൾ ടൈം മിനിസ്റ്ററാണെന്ന് പറഞ്ഞ് നടക്കുന്ന എന്നെ എടുക്കാൻ കൊള്ളാം. കർത്താവെ മനസ്സറിയണേ. അതിനുശേഷമാണ് നീളവ്യത്യാസമുള്ള അവയവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ജീവിതത്തിലൊരു കൃപാവരം കർത്താവ് തരുന്നത്. നിങ്ങൾ ചോദ്യര്, കർത്താവ് നിങ്ങൾക്ക് തരും. മനസ്സ് തുറന്ന് ചോദ്യര്, ശക്തി ലഭിച്ചാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഇനി യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. പൈതലായിരിക്കുന്ന കാലത്ത് ആത്മാവ് ബലപ്പെടുത്തി തുടങ്ങി. യോഹന്നാന്റെ കയ്യാൽ സ്നാനമേൽക്കാൻ വേണ്ടി അന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിപ്പുകൾ അങ്ങനെയായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. ഇന്നിതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. ഞാൻ ഹൈദരാബാദിൽ പോയിച്ചാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ പാസ്റ്റർക്ക് കൊടുത്ത പ്രോഗ്രാം ഉൾപ്പെടെ ഒരു 5-6 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച ഉൾപ്പെടെ ഞാൻ പാസ്റ്റർക്ക് പ്രോഗ്രാം കൊടുത്തത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഹൈദരാബാദിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു, അപ്പോസ്തലൻ KV ജോർജ് എന്ന് പറഞ്ഞു. KV ജോർജ് എന്ന് കേൾക്കുകയും, ഞാൻ വീട്ടിലുമല്ല, ഞങ്ങൾ എവിടെയോ യാത്രയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനാണ് മിനിഞ്ഞാന്നത്തെ സമയം കൊടുത്തു. എന്തുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് വിട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോകണം എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അന്നേരത്തെ ഞാൻ വാക്ക് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു.
ഇതിനിടയ്ക്ക് ഒരു ദിവസം മിച്ചം വന്നതുകൊണ്ട് പിന്നെ തൃശ്ശൂർ ആ ദിവസം അവർ നേരത്തെ ചോദിച്ചിരുന്നത് കൊണ്ട് ഞാൻ അവിടെ കൂടെ പോയിച്ചു ഇവിടെ വന്നത്. ഞാൻ അവിടെ ചെന്ന് എന്തിന് ചെന്നു എന്ന് അതുവരെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചർച്ചിലെല്ലാം കൂടി ഒരു 300 പേർക്ക് താഴെ, 250 പേര് മാത്രമുള്ള ഒരു സാമാന്യം ചെറിയ ചർച്ച. ഈ ചർച്ചിനകത്ത് ഞാൻ വന്ന് എന്നാ ചെയ്യാൻ, എനിക്ക് ഒരു വാക്ക് തെലുങ്ക് അറിയത്തില്ല, തർജ്ജമ ചെയ്തേ പറ്റൂ, തർജ്ജമ ചെയ്തു. പക്ഷെ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മോൻ എന്നെ വിളിച്ചു ചോദിച്ചു, ഡാഡി അവിടെ പോയിട്ട് വാസ് ഇറ്റ് എ റിയൽ ഗൈഡൻസ്? സത്യത്തിൽ ദൈവം നടത്താന്ന് പറയണ ആന്നട. കാര്യം ആ KV ജോർജ് എന്ന് പറയുന്ന ആളിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിൽ വ്യാപരിക്കുന്ന അധികാരം ഭയങ്കരം. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളെപ്പോലെ അനോയിന്റിങ്ങിനുള്ള ഒരാൾ തയ്യാറായി ഇറങ്ങ്, കാരണം നിങ്ങളുടെ കയ്യിലിരിക്കും തെലുങ്കാന. നിങ്ങളെപ്പോലെ അഭിഷേകമുള്ളൊരു വ്യക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ വ്യാപരിക്കുന്ന ശക്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല പാസ്റ്ററെ, ഞാനിങ്ങനെ നിൽക്കുക. പക്ഷേ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ 7 വർഷം കൊണ്ട് 22 സഭകൾ രൂപീകരിച്ചു. 22 സഭകൾ രൂപീകരിച്ചു. 22 ഓരോരുത്തർക്ക് കൊടുത്തേച്ചത് 23ാമത്തെ സഭയാ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ പണി നിർത്തിയ ശേഷം തുടർന്ന് ശക്തമായി കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പന ആരംഭിക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ലഭിക്കുന്ന അവസരങ്ങൾ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവ് സൃഷ്ടികർത്താവാണ്, സൃഷ്ടിയിൽ ഉൾപ്പെടുന്നു. യേശുവിൻ്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മേൽ അഭിഷേകം എന്നും നടത്തപ്പെട്ടിരുന്നു. ഇനി പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. മറിയയ്ക്കുള്ളതുപോലെ പരിശുദ്ധാത്മാവുമായി ഒരു അനുഭവം ഭൂമിയിൽ രണ്ടാമതൊരാളിനില്ല. ആത്മാവിനാൽ ഗർഭിണിയായ ആളാ, ആത്മാവിനാൽ അമ്മയായ ആളാ. ആ ആളിന് അഭിഷേകം ആവശ്യമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം എന്നുള്ളത് സോ കമ്പൽസറി, അത്ര നിർബന്ധമാണ്. ആ ആളിന് വേണമായിരുന്നു. യേശു ആത്മാവിനാൽ ജനിച്ചു, ആത്മാവിനാൽ നയിക്കപ്പെട്ടു, ആത്മാവിനാൽ ബലപ്പെട്ടു. ആ യേശുവിന് അഭിഷേകം വേണമായിരുന്നു. 120 പേർക്ക് അഭിഷേകം വേണമായിരുന്നു. അമ്മയ്ക്ക് അഭിഷേകം വേണമായിരുന്നു. അഭിഷേകം നമുക്ക് നിർബന്ധമാണ്. ഇനിയും പിതാവാം ദൈവത്തിങ്കിൽ നിന്ന് പ്രാവുന്നതുപോലെ ആത്മാവ് ഇറങ്ങി യേശുവിൻ്റെ മേലെ ആവസിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് അറിവുള്ളവർ വ്യാഖ്യാനിക്കുന്നത്, യേശുവിൻ്റെ ഷെയ്പ്പ് എന്തോ, ആ ഷെയ്പ്പിലേക്ക് ആത്മാവ് മാറി. ഇത് വന്നത് പ്രാവ് പോലെ യേശുവിൻ്റെ മേലെ ഇറങ്ങി. പക്ഷെ പിന്നീട് ഒരിക്കലും യേശുവിൻ്റെ തലയിൽ പ്രാവിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. യേശു തേജോമയനായി നിൽക്കുന്നതാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഷെയ്പ്പിലേക്ക് അങ്ങ് മാറി. നിങ്ങളുടെ ഷെയ്പ്പിലേക്ക് മാറുന്ന ആത്മാവ് അതാ നിങ്ങളെ കവർ ചെയ്യുന്നത്. ആ ആത്മാവുമായിട്ടാണ് നാം പോകേണ്ടത്. അതോടുകൂടെ പിതാവ് അധികാരം യേശുവിന് കൈമാറി. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ശിഷ്യന്മാരെ അയക്കുമ്പം പറഞ്ഞു, പിതാവ് എന്നെ അയച്ച പോലെ. ചുമ്മാ ഒരു തോന്നലിൻ്റെ പുറത്തല്ല എന്നെ അയച്ചത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തന്നുകൊണ്ടാണ് എന്നെ അയച്ചത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവിന് തിരഹിതമായി. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. നമ്മൾ 1:30 ഞാൻ ഇടിച്ചിട്ട് പൊക്കോട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തെക്കുറിച്ച്, വേദപുസ്തകത്തെക്കുറിച്ച് വിവരമുള്ള അപ്പച്ചന്മാർ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത് ശീലോഹാം എന്ന് പറയുന്ന കുളം പാറയ്ക്കകത്ത് വെട്ടിയ കുളമാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് പാറയിൽ നിന്ന് ദൈവം വെള്ളം കൊടുത്തു എന്നുള്ള കാര്യം ഒന്നുകൂടെ അവരെ ആവർത്തിച്ച് ഓർപ്പിക്കേണ്ടതിന്, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓർക്കണം. അതിനുവേണ്ടി എല്ലാ വർഷവും അവരുടെ പെരുന്നാളിനോട് ചേർന്ന് പാറയിൽ വെട്ടിയ ഒരു കുളത്തിൽ നിന്ന് വെള്ളം ജനത്തിന് കോരി കൊടുക്കും. അന്ന് ജനം മുഴുവനും നിൽക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ അന്ന് എനിക്ക് കിട്ടിയ വിശദീകരണം അനുസരിച്ച്, ജനം മുഴുവനും കുളത്തിൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ വന്ന് നിൽക്കും. അവർ വെളിയിൽ നിന്ന്, കുളം അപ്പുറത്തെ ഓഫീസാന്നിരിക്കട്ടെ, അങ്ങോട്ട് എല്ലാവരും കൂടെ നോക്കി നിൽക്കുക. ഈ സമയത്താണ് മഹാപുരോഹിതൻ എല്ലാവരുടെ മുൻപിലൂടെ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങി ഒരു പാത്രത്തിനകത്ത് അദ്ദേഹം കുറച്ച് വെള്ളം കോരി കുടിക്കും. നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞ ശേഷം ഇതിങ്ങനെ
കുടിച്ചേച്ച് മിച്ചം വന്ന വെള്ളം കുറെ കയ്യിലെടുത്ത് കുടിച്ച ശേഷം മിച്ചം വന്ന വെള്ളം കുറെ കയ്യിലെടുത്ത് കരയിൽ കാത്തു നിൽക്കുന്ന ജനത്തിൻ്റെ മേൽ തളിക്കും. നിങ്ങൾക്ക് ഈ ആത്മാവുള്ളതാന്ന് പറയും. ഈ സമയത്താണ് യേശു മഹാപുരോഹിതന്റെ പുറകെ നിൽക്കുന്നത്. യേശു അന്ന് പെരുന്നാളിന് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പോയ ശേഷം യേശു വന്നു. യേശു വന്ന് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലല്ല നിന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നു. മഹാപുരോഹിതൻ ജനത്തിൻ്റെ മേൽ വെള്ളം തളിക്കുകയും യേശു പുറകിൽ നിന്ന് തലപൊക്കി യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കും. ഞാൻ കൊടുക്കാൻ പോകുന്ന വെള്ളം കുടിക്കുന്നവന് അവൻ്റെ ഉള്ളിൽ നിന്ന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തിരുവെഴുത്തിൽ നദികളെക്കുറിച്ച്, ആത്മനദികളെക്കുറിച്ച് എന്തു പറയുന്നു ചിന്തിക്കാതെ ഒരു രക്ഷയില്ല. ഏദനിൽ ആണ് ആദ്യത്തെ നദി കാണുന്നത്. ഏദനിലാണ് ആദ്യത്തെ നദി കാണുന്നത്. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യമാണ്. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായി പിരിഞ്ഞു. സാധാരണ നമ്മുടെ നാട്ടിലുള്ള നദികളാണെങ്കിലോ പല ശാഖകൾ ഒരുമിച്ച് ചേർന്ന്, അല്ലെ പല ഉറവുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു നദിയാകുക. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല, ഒരു നദി പല ശാഖയായി പിരിയും. വേറൊരു ഭാഷയെ പറഞ്ഞാൽ അഭിഷക്തന്മാരായ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ഒരു ആത്മാവിൻ്റെ തീ ഉണ്ടാകുന്നത്. കറക്റ്റാണല്ലോ. പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നതല്ല ഒരൊറ്റ പകർച്ച. ഇതിൻ്റെ നടുക്കോട്ട് പകർന്നാൽ ഇതിനകത്തിരിക്കുന്നവരിലേക്കെല്ലാം നദിയായിട്ട് ഇത് പരക്കുക. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ പോകും. ഏതാണ്ട് 2 മാസത്തിന് മുമ്പേ ബാംഗ്ലൂരിൽ 2-3 മാസമായി കാണും, ബാംഗ്ലൂരിൽ ഒരു സ്പെഷ്യൽ ഇൻസിഡൻ്റ് ഉണ്ടായി. എല്ലാ വശവും കവർ ചെയ്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭൂതബാധിതനായ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായി വന്നു. ഒരിക്കലും ഭൂതബാധിതനാന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഒരു 25ഓളം വയസ്സുള്ള, ഇപ്പം അവന് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ 25 വയസ്സ് തികഞ്ഞു. അപ്പോൾ അതിനൊരു 2-3 മാസം പുറകിൽ നല്ല തടിയൻ ആരോഗ്യമുള്ള ഒരു മോനാണ്. ഇവനൊരു ഭൂതബാധിതനായിരുന്നു. കഷ്ടകാലത്തിന് ഞാനിതൊന്നും അറിഞ്ഞില്ല. ഒരു പാവപ്പെട്ട വീട്ടിലെയാണ്. അവൻ ആവശ്യത്തിന് ആഹാരം കഴിക്കാനില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വീട്ടിലോട്ട് വരുന്ന കൂട്ടം നമുക്ക് ഒരുമിച്ച് ഡിന്നറും കൂടെ കഴിക്കാം. കാര്യം ഈ ചെറുക്കൻ അങ്ങനെ നല്ല ഒരു ഡിന്നർ കഴിക്കാൻ വകുപ്പില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മോൻ വീട്ടിലോട്ട് വാ, നമുക്ക് നിൻ്റെ അമ്മയും മോനും 2 പേരും കൂടെ താമസിക്കും, നിങ്ങൾ 2 പേരും കൂടെ വീട്ടിലോട്ട് വാ, നമുക്ക് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാം, അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, അത് വിട്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്തോ? ഞാൻ പലത് ചോദിച്ച കൂട്ടത്തിൽ ചൈനീസ് ഫുഡാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് കേട്ടു. അവൻ അങ്ങനെ ചൈനീസ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ അവൻ്റെ അമ്മയ്ക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചൈനീസ് ഫുഡ് കഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച ചൈനീസ് ഫുഡ് കഴിച്ച ശേഷം വീട്ടിൽ വന്നു. ചൈനീസ് ഫുഡ് വാങ്ങിച്ചു വെച്ചിരുന്നു. കഴിച്ച ശേഷം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ അവിടെ വീടിനോട് ചേർന്നൊരു കൊച്ചു സഭാ ഹോളുണ്ട്. അത് ഓൾമോസ്റ്റ് 85% സൗണ്ട് പ്രൊട്ടക്റ്റഡാണ്. അതിനകത്തോട്ട് കയറി പ്രാർത്ഥിക്കാനിരുന്നു. യവൻ്റെ തലയിലോട്ട് കൈവയ്ക്കും ഒരലർച്ചയോടെ ഒരെണ്ണം എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, എനിക്ക് കുറച്ച് വസ്തുക്കളുണ്ട് കേരളത്തിൽ, അത് മുഴുവനും അപഹരിക്കാൻ വേണ്ടി ഒരാൾ എന്നെ കൊന്നുകളയാനായിട്ട് എന്തുവാ തകിടുകൾ ഇങ്ങനെ എല്ലാ ദിവസവും കെട്ടുകയാണ്. ഒരു ആൽമരമുണ്ട്, അത് മൊത്തം തകിട് കെട്ടിയിരിക്കുകയാണ്. ഇത് മൊത്തം അഴിച്ചെങ്കിലേ എനിക്ക് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് അഴിപ്പിക്കണം, അത് കഴിയാതെ എനിക്ക് പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞ്, ഇടാ ചെകുത്താനെ, ഇടാ പിശാചേ, ഞങ്ങൾക്ക് അഴിക്കുന്ന പരിപാടിയില്ല, കത്തിക്കുന്ന പരിപാടിയാണ്. ഞാൻ അങ്ങ് പറഞ്ഞതാ, എൻ്റെ ഉത്തമ ബോധം അതുകൊണ്ട്. അവനൊരു ചിരിച്ച് പറഞ്ഞ്, കത്തിക്കുകയോ നിങ്ങൾക്കോ? അത് നടക്കണമെങ്കിൽ 2-3 പദം ഒന്ന് കേട്ടോണം. ഞാൻ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10:30 വരെ ചെറുക്കനെയും കൊണ്ടിരുന്നു കുറേ രഹസ്യങ്ങൾ കിട്ടാൻ. കത്തിക്കണം. അത് നടക്കണമെങ്കിൽ ദേശത്തുള്ള 25 അഭിഷക്തന്മാർ എങ്കിലും ഒരുമിച്ച് കൂടി, മറുഭാഷ പറയുന്നവരല്ല, യഥാർത്ഥ അഭിഷക്തന്മാർ ഒരു 25 പേരെങ്കിലും ഒരുമിച്ച് കൂടി 5-6 മണിക്കൂറുകൾ എങ്കിലും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ മാത്രമേ തീ കത്തത്തുള്ളൂ. അങ്ങനെ തീ കത്തിയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പിന്നെ അവിടെ ഇരിക്കാൻ ഒക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു പട്ടണത്തിലും അഭിഷക്തന്മാർ ഒരുമിച്ചിരിക്കാതെ ഞങ്ങൾ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇരുത്ത്. 100% ശരിയാണ്, 100% ശരിയാണ്. ഇതോടെ എൻ്റെ ഭാര്യ പറഞ്ഞു, നീ തോറ്റ പിശാച, നിനക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ റൈറ്റില്ല.
തീരുമാനിക്കുന്ന ഞങ്ങളാണ്, നീ തോറ്റ പിശാച്. പറഞ്ഞു അത് ശരിയാ, ഞാൻ തോറ്റതാ, അതുകൊണ്ടല്ലേ നിങ്ങളിതൊന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. ഇവൻ ഒന്നൊരു തട്ട് തട്ടിയാൽ ഞങ്ങളൊക്കെ 7 കരണം പറയും. ഭയങ്കര തടിയന്, കൈ കെട്ടിയിരിക്കുക. ഞാൻ തോറ്റവനാ, അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളിതൊന്നും ചെയ്യാത്തേ. പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ആരുടെയെങ്കിലും കൂടിയാൽ അവനെ ഞാൻ തോപ്പിക്കും. ഞാൻ തോറ്റവനാ, ഞാൻ ആരുടെ കൂടെ കൂടിയാലും അവനെ ഞാൻ തോപ്പിക്കും. അടുത്ത പദം, യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ സഭകൾ സ്ഥാപിക്കുമ്പോൾ, ഇത് പാസ്റ്റർ കേട്ടോളൂ, യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ സഭകൾ സ്ഥാപിക്കുമ്പോൾ 10ഉം 20ഉം പ്രതിഭകളെ, പിടിച്ചാൽ പിടികിട്ടാത്ത ഉയരത്തിലേക്ക് ഉയരേണ്ട 10ഉം 20ഉം പ്രതിഭകളെ തിരഞ്ഞെടുത്ത് ഓരോ സഭയിലുമാക്കും. ഇവന്മാരുടെ മൊത്തം കൂടെ ഞാനിവിടെ കൂടും. ഒരെണ്ണം വളരത്തില്ല, ഒരെണ്ണം ശോഭിക്കത്തില്ല. ഞാൻ തോറ്റവനാണ്, ഇതുങ്ങളെ മുഴുവൻ ഞാൻ തോപ്പിച്ചിടും. ഏതാണ്ട് 10:30 മണി വരെ കൊണ്ടാണ് ഇത് പറഞ്ഞു തീർത്തത്. ഇത് പറഞ്ഞു തീർത്തപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അങ്ങനെ ആണെങ്കിൽ തിരിച്ചൊരു ഉപവാസം വെക്കണം. വീണ്ടും ഞങ്ങൾ ഉപവാസം വെച്ചു, ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ മഹാകരുണയാൽ ഈ ശത്രുവിനെ ഞങ്ങൾ 100% ജയിച്ചു. പക്ഷെ നിങ്ങൾ വന്ന് അറിഞ്ഞോണം, പിടിച്ചാൽ പിടികിട്ടാത്ത ഉയരത്തിലേക്ക് ഉയരുന്ന പ്രതിഭകളെ തിരഞ്ഞെടുത്ത തമ്പുരാൻ സഭകൾ സ്ഥാപിച്ചത്. അതിനകത്തു നിന്നാണ് ഒറ്റ ഒരുത്തന് വേണ്ടതുപോലെ ഉയരാൻ കഴിയാതെ. അതിനകത്ത് എഴുത്തുകാർ കാണും, വായനക്കാർ കാണും, എഴുതിപ്പിക്കുന്നവർ കാണും, കാശ് കൊടുക്കുന്നവൻ കാണും. വളരുന്ന ഒരുത്തനെ വളരാതെ വണ്ണം മുളയിലെ വളർച്ചയുടെ മുള നുള്ളുന്ന ഒരുപാട് എണ്ണത്തെ രാജ്യത്താക്കിക്കൊണ്ട് അകത്തേക്ക് ഇതിൻ്റെ ഒരു വ്യാപാര ശക്തി അയച്ച് സകലതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പിശാചുണ്ടെന്ന് മറക്കരുത്. നാം വളരണമെങ്കിൽ ചിലതറിയണം. ഒരു നദി പലതായി പിരിയുക. ഒരു നദി പലതായി പിരിയുക. 2, എന്തിനു വേണ്ടിയാ ദൈവം ഏദൻ തോട്ടത്തിൽ നദി ഉണ്ടാക്കിയത്? തോട്ടം നനയ്ക്കാൻ. ഏതെങ്കിലും ഒരു സഭയിൽ ഒരുത്തനൊരു ശുശ്രൂഷ കിട്ടിയാൽ ഇവൻ ചർച്ചും വിട്ടേച്ച് അപ്പോഴേ സ്ഥലം വിടും. തോട്ടം നനയ്ക്കാൻ നിൽക്കില്ല. അവൻ തോട്ടം നനയ്ക്കാൻ നിൽക്കത്തില്ല, ഉള്ള ശുശ്രൂഷ വിറ്റ് കാശാക്കും. അവൻ അതിനു വേണ്ടി പോകും. ദൈവം സഭയിൽ നദിയാക്കിയത് തോട്ടം നനയ്ക്കാനാണ്. നമ്പർ 1, തോട്ടം നനയ്ക്കാനാണ്. സുവിശേഷീകരണത്തിന് പോകേണ്ടവർ പോകണം. പക്ഷെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ സ്വന്തം സഭയിൽ പ്രയോജനപ്പെടുത്തിയേച്ചേ പോകാവൂ. ഞാൻ വെളിയിൽ പോരുന്നല്ല പറഞ്ഞത്, സ്വന്തം സഭയിൽ ചെയ്ത ശേഷമേ പോകാവൂ. ഓക്കെ, തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. അതിൽ ഒന്നാമത്തെ നദിക്ക് പീശോൻ എന്നു പേർ. 4 ശാഖകളായി തിരിഞ്ഞു. ഈ സഭയ്ക്കകത്തൊരു പകർച്ച ഉണ്ടായാൽ ഒരുപാട് പേരുടെ മേലോ പകർച്ച വരും. അവരനേകരും നദികളായി തിരിയും. ബഥേലിലുണ്ടായ ഒരു പകർച്ചയുടെ ഭാഗമാണ് ദൈവകൃപയാൽ അഭിലാഷ് പാസ്റ്റർ. ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇന്ന് 1500-ലധികം ശുശ്രൂഷകന്മാർ അമാനുഷികമായ ദൈവശക്തിയോടെ പ്രവർത്തിക്കുന്നവർ ലോകത്തിലുണ്ട്. 1500-ന് മേളിലുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു കർത്താവേ? ഒരു നദി പല ശാഖകളായി പിരിയും. ഇവരെല്ലാം തോട്ടം നനച്ചു. നനച്ചേച്ച് മിച്ചം വന്നതാണ് വെളിയിലോട്ട് ഒഴിയത്. ഇതിൽ ഒന്നാമത്തെ നദിയുടെ പേര് പീശോൻ എന്നായിരുന്നു. പീശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാസ്റ്റർ കെ എബ്രഹാം സാറിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, പീശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തിയേറിയ വെള്ളച്ചാട്ടമെന്ന. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ശക്തിയേറിയ വെള്ളച്ചാട്ടം പോലെയാണ്. ഇത് പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. അതിശക്തമായ വെള്ളച്ചാട്ടം പോലെ ഒന്നാമത്തെ നദി. ദൈവത്തിങ്കിൽ നിന്നാണ് നദിയെങ്കിൽ അതിനകത്ത് വെള്ളച്ചാട്ടമുണ്ട്. അതിനകത്ത് ഭയങ്കര ബഹളമുണ്ട്. ഇല്ലാതൊരു നദിയില്ല ദൈവത്തിൽ. ഒന്നാം നദിക്ക് പീശോൻ എന്ന് പേർ. വെള്ളച്ചാട്ടം. വലിയ ശക്തിയേറിയ അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അനുഭവ സമൃദ്ധികൾ അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഏതെങ്കിലും ഒരു സഭയിൽ നടന്ന 10 പേര് അന്യഭാഷ പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതതിൻ്റെ താഴത്തെ അറ്റുവാ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു സഭയിൽ നടന്നാൽ അത്ഭുതങ്ങൾ നടക്കാതെ ഒക്കത്തില്ല. അത് താഴെയുള്ളത് അഭിഷേകമല്ല. ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഇനി ആ നദി അവിടെ നിന്ന് വെളിയിലോട്ട് പോയി. അകത്തെ നനപ്പ് കഴിഞ്ഞ ശേഷം വെളിയിലോട്ട് പോയി. അത് ഹവീല ദേശത്തൊക്കെയും ചുറ്റി. അവിടെ മേത്തരമായ പൊന്നുണ്ട്. ഈ നദി ചെല്ലുന്നതിൻ്റെ പ്രത്യേകത മേൽത്തരമായ സ്വഭാവ വിശേഷതകൾ. ഇടയ്ക്ക് 2 കള്ളവും പറഞ്ഞു, ഒരുത്തനെ ചതിച്ച് മറ്റവനെ വഞ്ചിച്ച് വാക്കും മാറി നടക്കുന്ന പരിപാടിയല്ല പീശോന്. അതിന് ശക്തിയേറിയ വെള്ളച്ചാട്ടം പോലെയുള്ള ശക്തിയുണ്ട്. കൂട്ടത്തിൽ അത് ചെല്ലുന്നിടത്ത് മേൽത്തരമായ പൊന്നുണ്ട്. ഫലവത്തായ അനുഭവം ഉണ്ടാകും.
പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ വിലയേറിയ വിശ്വാസത്തെ പൊന്നിനോട് ഉപമിക്കും. വിലയേറിയ വിശ്വാസം. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ വലിപ്പം എന്നാ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഞാൻ പല പ്രാവശ്യം പല ഇടങ്ങളിൽ പറഞ്ഞാൽ, എനിക്ക് തിരുവനന്തപുരം അടുക്കൽ റെക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. റെക്സിനെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. എനിക്കൊന്ന് ഞാൻ നാളെ രാത്രി ഞാൻ ഇവിടുന്ന് പോയാൽ തിങ്കളാഴ്ച രാവിലെ റെക്സ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്, തിരുവനന്തപുരത്ത് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് റെക്സ. റെക്സിന്റെ ഒരു പെങ്ങൾ, അവള് ഒരു കാർ അപകടത്തിൽപ്പെട്ടു, ഒരു ജീപ്പ് അപകടത്തിൽപ്പെട്ടു. അവളൊരു എഞ്ചിനീയറാണ്. ജീപ്പ് മറിഞ്ഞ് ഇവളെ ജീപ്പിനകത്ത് ഇരിക്കുകയാണ്. ഇവളെ ഇരുത്തിക്കൊണ്ട് മറിഞ്ഞ് പല കാരണം മറിഞ്ഞു. ഇവിടെ ശരീരത്തെ അസ്ഥികൾ പലതും ഒടിഞ്ഞു, ഒത്തിരി അസ്ഥികൾ ഒടിഞ്ഞു. ഇതിന് മുഴുവനും നട്ടും ബോൾട്ടും ഷീറ്റും പലകയും ഒക്കെ ഇട്ട് എല്ലാം മെറ്റാലിക് ഐറ്റം വെച്ച് ഫിറ്റ് ചെയ്തു. ഇവള് ചർച്ചിൽ വരുന്ന സമയത്ത്, ചർച്ചിൽ ഇവളെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ശരീരത്ത് സെറ്റ് ചെയ്തിരുന്ന നട്ടും ബോൾട്ടും, പ്രത്യേകിച്ച് വാരിയല്ലിൽ ഉള്ള നട്ടും ബോൾട്ടും തൊടുന്നവർക്ക് ഫീൽ ചെയ്യും. ഞാൻ തൊട്ട് നോക്കിയില്ല, ഒരു കല്യാണപ്രായമായ മോൾ, അതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കിയില്ല. ഞാൻ നാളെ അവളെ തിങ്കളാഴ്ചയും കാണും, പക്ഷെ തൊട്ട് നോക്കുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞു. തൊട്ടവരൊക്കെ പറഞ്ഞു തേണ്ടി നട്ട് ബോൾട്ടിരിക്കുന്നു. ഇതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളിൻ്റെ അടുക്ക കൊണ്ട് ആ മനുഷ്യന്റെ വിശ്വാസം അതിനേക്കാളും ഭയങ്കരം. പാസ്റ്ററുടെ പേര് ഓർക്കുന്നുണ്ട്? ചാർലി ഷാപ്പ്. എനിക്കൊന്നും ചിന്തിക്കാനൊക്കത്തില്ല അയാളുടെ വിശ്വാസം. അയാൾ പറഞ്ഞു, ദൈവം പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം ഉണ്ടായെങ്കിൽ വാക്കുപോലെ സംഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ ശരീരത്തുള്ള ഇരുമ്പും നട്ടും ബോൾട്ടും കൂടെ അസ്ഥിയായി തിരിച്ചു മാറാൻ ഞാൻ പറയാൻ പോവാ. എത്ര പേർക്ക് ഇത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പെണ്ണെ കൊണ്ട് മുന്നോട്ട് നിർത്തി. അവിടെ എക്സ്റേ ഉണ്ട്, എല്ലാം ഉണ്ട്. അയാൾ പറഞ്ഞു, ഈ ശരീരത്തുള്ള നട്ടും ബോൾട്ടും പ്ലേറ്റുകളും റോഡുകളും മുഴുവനും ഒറിജിനൽ അസ്ഥികളായി മാറാം. ആ വാക്ക് പറയുമ്പോൾ ഇതിനകത്തൊരു ശക്തി വ്യാപരിച്ചു. നോ ഡൗട്ട്, ഒരു ശക്തി വ്യാപരിച്ചു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പെണ്ണ് പറഞ്ഞു, നെട്ടും ബോൾട്ടും കാണാനില്ല. തൊട്ട് നോക്കിയാൽ നെട്ടും ബോൾട്ടും കാണാനില്ല. ചാർലി ഷാമ്പ് പറഞ്ഞു, എനിക്ക് അത് പോരാ, എക്സ്റേ എടുത്തോണ്ടിരാൻ പറഞ്ഞു. നീ പോയി എക്സ്റേ എടുത്തോണ്ട് വാ. അടുത്ത ദിവസം എക്സ്റേ എടുത്തോണ്ട് വന്നു. ഒരൊറ്റ നെട്ടില്ല, ഒരു ബോൾട്ടില്ല, ഒരസ്ഥിക്ക് കേടില്ല, മുഴുവനും അസ്ഥി. ഈ ശക്തിയേറിയ വെള്ളച്ചാട്ടം പോലെ ശബ്ദമുണ്ടാക്കുക മാത്രമല്ല, അതിനകത്ത് അധികാരം, അതിനകത്ത് ശക്തിയേറിയ വിശ്വാസം. ആത്മലോകത്തിൽ വന്നുപോയ ഒരു അനാവശ്യം ചുമ്മാ പേക്കൂത്തും വികൃതിയും കാണിക്കും. അത് മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി കുറെ കാണിക്കുന്ന വെള്ളച്ചാട്ടമാണ്. ശക്തിയില്ലാതെ ഇത് പോകത്തില്ല. പക്ഷെ ശക്തി മാത്രമല്ല, അതിനകത്തൊരു അധികാരം കൂടിയുണ്ട്, അതിനകത്തൊരു വിശ്വാസത്തിന്റെ വ്യാപാരം. വചനത്തിന്റെ മർമ്മങ്ങൾ ഇതെടുത്ത് പുറത്തു വരും. മർമ്മങ്ങളുടെ വെളിപ്പാടെന്നുള്ളത് ഒരു കൃപാവരം. രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ കൃപാവരമായിരിക്കുന്നത് പോലെ അപൂർവമായ ഒരു കൃപാവരമാണ് മർമ്മങ്ങളുടെ വ്യാഖ്യാനം. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന് കൃപാവരമുണ്ട്. ഇത് 3-ാം സ്വർഗത്തിൽ പോയ കൂട്ടത്തെ കിട്ടിയ കൃപാവരമാണ്, മർമ്മങ്ങളുടെ വ്യാഖ്യാനം. ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശമാരൊക്കെ നന്നായി പോയാലും കുറഞ്ഞ പക്ഷം സ്വർഗത്തിലേലും പോയേനെ. ഇവന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കൃപാവരമാണ് മർമ്മങ്ങളുടെ വ്യാഖ്യാനം. മർമ്മങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാകാത്ത വേദപുസ്തകത്തിനകത്തെ നിധികളാ. ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ കർത്താവ് ഒരു കൃപ നിങ്ങൾക്ക് തരട്ടെ. മർമ്മങ്ങളുടെ വ്യാഖ്യാനം. ഓക്കെ, വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാകും. അടുത്തത് ഗുൽഗുലു, ഒരു വാസനാദ്രവ്യമാണ്. അതവിടെ ഉണ്ടായിരുന്നു. ഈ 1-ാം നദി പോയിടത്തൊക്കെ ഉള്ള കാര്യമായി പറയുന്നേ. മേത്തരമായ പൊന്ന്, ഗുൽഗുലു വാസനാദ്രവ്യം, സുഗന്ധം പരത്തുന്നു. ഗോമേതകം, പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ് ഗോമേതകം. ഇതെല്ലാം ഉണ്ടിപ്പോയ വഴിക്ക് 1 സ്വന്തം സഭയിൽ നനച്ചു, 2 വെളിയിലേക്ക് ഒഴുകി, പോന്നിടത്ത് മുഴുവനും മേൽത്തരമായ പൊന്ന്, പൗരോഹിത്യ ശുശ്രൂഷ, നറുമണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 2ാമത്തെ ബ്രാഞ്ചിന്റെ പേരാണ് ഗീഹോൻ. വലിയ കൃപകളെന്നാണ്, അല്ലെങ്കിൽ കൃപാവരങ്ങളെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാസ്റ്റർ കെ. എബ്രഹാം സാറിന്റെ ഒരു പഴയ മെസ്സേജാ. വെറും മെസ്സേജാക്കി അദ്ദേഹം വിട്ടില്ല. 7 പറദീസ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം പ്രിന്റ് ഔട്ടൊക്കെ പ്രിന്റ് തീർന്നിരിക്കുകയായിരുന്നു. ഈ അടുത്ത് അവർ റീപ്രിന്റ് ചെയ്തു. ഇന്ന് പുസ്തകം കിട്ടാനുണ്ട്. ചെറിയ പുസ്തകം. അതിനകത്ത് ഇൻ റൈറ്റിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. വാക്കുകളുടെ അർത്ഥവും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗീഹോൻ എന്നതാണ് 2ാമത്തെ ബ്രാഞ്ച്. അതിൻ്റെ അർത്ഥം കൃപാവരങ്ങളെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ നദി പോകുന്നിടത്ത് കൃപാവരമില്ലാത്ത ഒരു പരിപാടിയില്ല.
എനിക്ക് ഒരു കൃപാവരവും ഇല്ല, ആത്മാഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ വളുവള ഇവൻ പറയുന്നതല്ലാതെ ആരാ ഇത് അംഗീകരിക്കാൻ വരുന്നേ? ഒരു കൃപാവരവും ഇല്ല, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ വളുവള പറഞ്ഞാൽ അത് അന്യഭാഷയാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ആണെങ്കിൽ അതിനകത്ത് കൃപാവരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാൻ ഞങ്ങളാരും കൃപാവരം കൈകാര്യം ചെയ്ത് ശ്രമിക്കാഞ്ഞിട്ടാ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കൃപാവരങ്ങൾ പുറത്തു വരുവാൻ നിങ്ങളത് പുറത്തെടുത്തേ മതിയാകൂ. ഓക്കെ, മൂന്നാമത്തതിൻ്റെ പേര് ഹിതയ്ക്കൽ എന്ന. ഹിതയ്ക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാശബ്ദമെന്ന, ഉഗ്ര ശബ്ദം, അങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്വർഗത്തിൻ്റെ പ്രത്യേകത ഏതാ? അവിടെ തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിൻ്റെ ആരവം പോലെ നിലയ്ക്കാത്ത ശബ്ദമാണ്. അതാണ് ഹിതയ്ക്കൽ. ഒരു ഉഗ്ര ശബ്ദം അതുണ്ടാക്കും. ഞാൻ അവിടുന്ന് മാറുക. റോമാലേഖനം 8:26 ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്തെ തുടങ്ങും. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്തെ തുടങ്ങും. തകർത്ത ഇടിമുഴക്കം പോലെ ഇത് വളരും. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഇരിക്കുക. ഇവിടുന്നൊന്ന് ഉയരാൻ, നമുക്ക് താഴോട്ടല്ല മേളിലോട്ടൊന്ന് പോകാൻ ദൈവകരങ്ങളിലൊന്ന് കൊടുക്കാം. ഞാൻ പല സാഹചര്യങ്ങളിലും ശബ്ദം ഉണ്ടാക്കരുതെന്ന് ആളുകളോട് പറയാറുണ്ട്. 100% സത്യമാണ്. ചർച്ചിനകത്ത് മെസ്സേജ് എടുക്കുന്ന കൂട്ടത്തിൽ ശബ്ദം ഉണ്ടാക്കരുത്, കയ്യടിയും വേണ്ട, സ്തോത്രവും വേണ്ട, മറുഭാഷയും വേണ്ട എന്ന് പറയാറുണ്ട്. കാരണം അടുത്തിരിക്കുന്നവൻ ഇത് കേൾക്കത്തില്ല. അത് വചനം ശുശ്രൂഷിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാനൊരു സമയമുണ്ട്. ആ സമയത്ത് ഉഗ്രശബ്ദം തന്നെ വന്നേ തീരൂ. കാര്യം ഇത് ഹിതയ്ക്കലാ, ഇതിനകത്ത് ഹിതയ്ക്കലുണ്ട്. വേറൊരാൾ പ്രസംഗം കേൾക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ വെറുതെ ബഹളം വെക്കരുതെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ചർച്ചിലെ കാര്യമാണ്. എന്നാൽ ശബ്ദം ഇതിൻ്റെ ഭാഗമാണ്. അത് ആരാധനാവേളയിൽ വളരെ പ്രത്യേകിച്ച് വേണം. ആരാധനാവേളയിൽ. നാലാമത്തേതിൻ്റെ പേര് ഫ്രാത്ത് എന്നാണ്. ഫലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് പോകുന്നിടത്തെല്ലാം ഫലമുണ്ട്, ആത്മാവിൻ്റെ ഫലങ്ങൾ. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ജീവജല നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് മാസം തോറും പുതിയ പുതിയ ഫലങ്ങളാണ്. ഇതുപോലെ സഭകൾ പുതിയ പുതിയ ഫലങ്ങളിലേക്ക് മാറട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് ഇടപെടുന്ന ഒരു പ്രത്യേക ആലോചന അതാണ്. സഭകൾ പുതിയ പുതിയ ഫലങ്ങളിലേക്ക് മാറട്ടെ. ഈ മാസം ഭൂതശാന്തി ആയിരിക്കും നിങ്ങളുടെ കൃപാവരമെങ്കിൽ, വരുന്ന മാസം മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ പിന്നത്തെ മാസം അത് ക്യാൻസറിൻ്റെ മേലുള്ള അധികാരമായിരിക്കും. മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന പുതിയ അനുഭവങ്ങൾ. എങ്കിൽ മാത്രമേ നിങ്ങൾ ജീവജല നദിയുടെ തീരത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഗലാത്യലേഖനം 5-17 മുതലുള്ള വാക്യങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. നീ നനവുള്ള തോട്ടം പോലെ അങ്ങ് മാറും. അത് യെശയ്യാവിൻ്റെ ഭാഷയാണ്. യെശയ്യാവിൻ്റെ ഭാഷയിൽ നനവുള്ള തോട്ടം പോലെ. നനവുള്ള തോട്ടത്തിൻ്റെ പ്രത്യേകത, ഇടുന്ന വിത്ത് മുഴുവൻ മുളയ്ക്കും. ഇടുന്ന വിത്ത് മൊത്തം മുളയ്ക്കും. മുളച്ച മുത്ത് മൊത്തം വളരും. വളർന്നത് മൊത്തം ഫലം കഴിക്കും. യെശയ്യാ പറഞ്ഞു, നീ നനവുള്ള തോട്ടം പോലെയാ, വെള്ളം വറ്റിപ്പോകാത്ത നദി പോലെയാ. ദൈവസഭയെ അങ്ങനെ വരുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഒരു പകർച്ച നടക്കട്ടെ, ഒരു പകർച്ച നടക്കട്ടെ. ഇതിനകത്ത് അങ്ങനെ ഒരു പകർച്ച നടക്കട്ടെ. നനവുള്ള തോട്ടം പോലെ നാം ഒന്നായിത്തീരുവാൻ. ഇനിയും രണ്ടാമത്തേത്, നദികൾ ഒഴുകും എന്ന പ്രസ്താവനയുടെ വേറൊരു വചന വ്യാഖ്യാനം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ മോശ പാറയെ അടിച്ചു. ഇസ്രായേൽ 12 പാളയങ്ങളായിട്ടാണ് താമസിക്കുന്നത്. ഈ 12 പേർക്കും കൂടെ കോമൺ ഒറ്റ പാറയാണ്. ഈ പാറയടിച്ചു. ഹോരേബിലെ പാറമേൽ കർത്താവ് നിന്നു, പാറയടിച്ചു. പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ടു. പുറപ്പാട് പുസ്തകവും ആവർത്തന പുസ്തകവും സങ്കീർത്തനങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ പാറ പിളർന്നു, അവിടെ ഒരു തടാകം രൂപീകരിക്കപ്പെട്ടു. ഇവിടെ ഒരു സഭ തുറന്നെങ്കിൽ ഇവിടെ ഒരു തടാകം രൂപീകരിക്കപ്പെട്ടു. അതിനകത്തുനിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ ഒഴുകാൻ തുടങ്ങി. ഒഴുകിയ ബ്രാഞ്ചുകളെല്ലാം നദികളായി. ആ ബ്രാഞ്ചുകൾക്ക് ഉപബ്രാഞ്ചുകൾ ഉണ്ടായി. ടു ദ ഫൈനൽ ലെവൽ ഇസ്രയേൽ മക്കളിൽ 6 ലക്ഷം ആളുകളുടെ കൂടാരത്തിന്റെ മുന്നക്കൂടെ, കൂടാരത്തിനകത്തിരുന്ന് കോരിയെടുക്കത്തക്കതുപോലെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ ഉള്ളിൽ നിന്ന്. ഇതിൻ്റെയൊക്കെ പ്രായോഗിക നിവർത്തീകരണത്തിലോട്ട് വരാം. ഇതിൻ്റെയൊക്കെ പ്രായോഗിക നിവർത്തീകരണം ഇന്നത്തെ ഇലക്ട്രോണിക്സിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ശക്തനായ കർത്താവിൻ്റെ ദാസൻ ദൂത് സംസാരിച്ചാൽ അവനവൻ്റെ വീടുകളിലിരുന്ന് പിടിക്കാവുന്ന സമ്പ്രദായങ്ങൾ വന്നു.
ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നിവർത്തീകരിക്കപ്പെടുകയാണ്. അവനവൻ്റെ വീടുകളിലിരുന്ന് കോരിയെടുക്കത്തക്കതുപോലെ നദികളും ഉപശാഖകളും ശാഖകളുമായി തിരിഞ്ഞ് ഓരോരുത്തൻ്റെ വീടിൻ്റെ വക്കത്തൂടെ പോകുക. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, നടുക്കത്തെ കുളം തടാകം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഒന്നിനും വെള്ളം കിട്ടാറില്ല. ഇതിനകത്ത് മലിനത കടക്കാതെ കർത്താവ് ഇതൊരു തടാകമായി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ടാൽ എനിക്കറിയാം നിങ്ങൾക്ക് പ്രയർ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പാസ്റ്ററെ, അഥവാ എവിടെയെങ്കിലും വീക്ക്നെസ് വന്നെങ്കിൽ ഒരു 7 ദിവസം തീരുമാനിച്ചുകൊണ്ട് 24 hours കണ്ടിന്യൂസ്ലി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന മിനിമം 7 പേർ 24 hours. മൂത്രം ഒഴിക്കാൻ പോകാൻ ഒക്കത്തില്ല. ഒരുത്തൻ പോയാൽ 2 പേര് വേറെ ഇരിക്കണം. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടത്ത്. ഒരു തടാകം കാണാം. ഞാനൊരു തമാശ പറയല്ല, ദൈവാത്മാവിൽ ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് കൊണ്ട് പറയുകയാണ്. ഇതിനകത്തൊരു തടാകം രൂപീകരിക്കപ്പെടുന്നത് കാണാം. ആ തടാകത്തിൽ നിന്നൊരു ഒഴുക്ക് ചുറ്റുവട്ടങ്ങളിലേക്ക് ഒഴുകും. 100% ചുറ്റുവട്ടങ്ങളിലേക്ക് ഒഴുകും. ഓരോരുത്തൻ്റെ വീടിനകത്തിരുന്ന് കോരിയെടുക്കത്തക്കതുപോലെ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആ നദികളായി അത് വന്നേ തീരത്തുള്ളൂ. ഞാൻ ഏറെക്കുറെ ഇവിടം കൊണ്ട് നിർത്താൻ പോകാം തൽക്കാലത്തേടം. എന്നിട്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇത് വെറും അക്ഷരീയ നദിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ എസെക്കിയേൽ പ്രവചനം 14:8 വരുമ്പോൾ അന്ന് ജീവനുള്ള വെള്ളം വരും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ശീതകാലത്തും ഉഷ്ണകാലത്തും അത് ഒരുപോലെ നിൽക്കും. ഒരു ഡയറക്ഷനിലല്ല, പല ഡയറക്ഷനുകളിൽ. ഇത് എസെക്കിയേൽ കണ്ട പ്രവചനമാണ്. ഈ പ്രവചനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ പ്രവചന പർവ്വതങ്ങളെന്നാണ് വിളിക്കുന്നത്. എസെക്കിയേൽ സാറിൻ്റെ ആഴമായ പഠനമാണ്. ഇവയെ പ്രവചന പർവ്വതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒരു പർവ്വതം ഞാൻ അകലെ നിന്ന് കാണുക, 15 കിലോമീറ്റർ ദൂരെ, 20 കിലോമീറ്റർ ദൂരെ, 50 കിലോമീറ്റർ ദൂരെ എനിക്കൊരു പർവ്വതം കാണാം. 50 കിലോമീറ്റർ എടുക്കാം. 50 കിലോമീറ്റർ ദൂരെ ഞാനൊരു പർവ്വതം കണ്ടു. അതിൽ മുഴുവനും മരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നാ മരം വന്നൊന്നും കണ്ടാൽ തിരിച്ചറിയത്തില്ല. 50 കിലോമീറ്റർ ദൂരെയാണ്. എത്ര മരമുണ്ടെന്ന് തിരിച്ചറിയത്തില്ല. 50 കിലോമീറ്റർ ദൂരെയാണ്. ഇതിനിടയ്ക്കൂടെ കയറാൻ സ്ഥലമുണ്ടോയെന്ന് അറിയത്തില്ല. എല്ലാം ഞാൻ കാണുമ്പോൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിൽക്കുക. പക്ഷേ ഒരു 25 കിലോമീറ്റർ ചെല്ലുമ്പം കാണാം ഇടയ്ക്കൂടെ ഗ്യാപ്പുണ്ട്. ഒരു 2 കിലോമീറ്റർ അടുത്ത് ചെല്ലുമ്പം കാണാം ഇടയ്ക്കൂടെയൊക്കെ മനുഷ്യനും മൃഗങ്ങൾക്കും പോകാനുള്ള പാതകളുണ്ട്. തൊട്ടടുത്ത് ചെല്ലുമ്പോൾ കാണാം ഈ നിൽക്കുന്ന മാവാണ്, ആ നിൽക്കുന്ന തേക്കാണ്, അതിനപ്പുറത്ത് നിൽക്കുന്ന പ്ലാവാണ്. ഓരോ മരങ്ങൾ തിരിച്ചറിയാം. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ 5000ഉം 4000ഉം വർഷം പുറകിൽ എഴുതിയതാണ്. ഇതൊരു പ്രവചന പർവ്വതമാണ്. ഇന്ന് നമ്മൾ കാണുമ്പോൾ അതുപോലല്ല. നമ്മൾ ഒരുപാട് അടുത്തു. ഇന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽ അറിയാം, ഒരുപാട് ഡീറ്റെയിൽ അറിയാം. അന്ന് എഴുതി വെച്ച നോട്ട് പഠിച്ചുകൊണ്ട് നടക്കുന്നവൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ പർവ്വതത്തോട് സാക്ഷാൽ അടുക്കുന്നവൻ അറിയാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അന്ന് എഴുതി വെച്ച സമയത്ത് തേണ്ട എല്ലാവരുടെയും വീടിൻ്റെ പടിക്കെ കൂടെ ഒഴുകിയെന്ന് വരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ സാധ്യതകൾ ദൈവം തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ മീഡിയയിലൂടെ ലോകം മുഴുവനും എത്തുകയും ആവശ്യമുള്ളവനും വീടിനകത്തിരുന്ന് കോരി കുടിക്കുകയും ചെയ്യും. എൻ്റെ ആരോഗ്യം ഒത്തിരി അങ്ങ് മോശമായ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തേതിനേക്കാളും മോശമായ ഒരു സാഹചര്യത്തിൽ ഞാൻ അല്പം ദുഃഖത്തോടെ പറഞ്ഞു, കർത്താവേ, ഒടുവിലത്തെ ദിവസം വരെ ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ ആശ. എനിക്ക് കുറച്ചുകൂടി ആരോഗ്യം തരണം. കർത്താവ് പറഞ്ഞു, ഒന്നുകൂടെ ആരോഗ്യപ്പെടുത്താം, അതാ ഒടുവിലേക്ക് ഒന്ന് കത്തി തെളിയുന്നതാണ്, ഇതോടെ തീരും, ഒന്നുകൂടെ കത്തിക്കാം. എന്നിട്ട് അടുത്ത പദം പറഞ്ഞത്, നീ മരിച്ചാൽ, എനിക്ക് വാഗ്ദത്തത്തിനായി സ്തോത്രം, നീ മരിച്ചാൽ അടുത്ത 30 വർഷം ഭൂമി ഉണ്ടെങ്കിൽ, അടുത്ത 30 വർഷം ഭൂമി ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഡസനുകളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് പോലെയുള്ള മെസ്സേജസ് നിൻ്റേത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നീ മരിച്ചാൽ അടുത്ത 30 വർഷം കൂടെ ഓരോ ദിവസവും ഡസൻ കണക്കിന് ആളുകൾ കേട്ട് മുന്നോട്ട് വരത്തക്കതുപോലെ നിന്റെ മെസ്സേജ്, നല്ല പവർഫുൾ മെസ്സേജ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. 2, നീ മരിച്ചാൽ അടുത്ത 30 വർഷം കൂടെ സഭയുടെ നടത്തിപ്പിന് കുഴപ്പമില്ലാതെ പൈസ അയക്കുന്നവരെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീ ചുമപ്പോ, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന് ചിന്തിക്കരുത്. ഞാൻ ആരോഗ്യം ഒന്നുകൂടെ വളർത്തിത്തരാം, ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു തരാം. പക്ഷെ അതിൻ്റെ അർത്ഥം നീ എന്നും നിൽക്കുമെന്നല്ല. നീ ഒരു ദിവസം മരിക്കും.
ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആരോഗ്യം ഒന്നുകൂടെ തരിക, എന്നിട്ട് എനിക്ക് പഴയ പോലെ നോക്കുന്നില്ല. എനിക്ക് നന്നായിട്ടറിയാം, കണ്ണിൻ്റെ കാഴ്ച മുതൽ ഒരുപാട് കാര്യം, പ്രായം കൊണ്ടാണ്, ഒരുപാട് കാര്യമുണ്ട്, എനിക്കറിയാം. എങ്കിലും പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു. ഈ തലമുറയിൽ നമ്മളൊരു പാടുണ്ടാക്കി വെച്ചേ പോകത്തുള്ളൂ. അവരവർ ജീവിക്കുന്ന തലമുറയിൽ നമ്മളൊരു പാടുണ്ടാക്കും. ഞങ്ങൾക്ക് ഒരു ശങ്കരൻ എന്ന് പറയുന്ന ബ്രദർ രക്ഷിക്കപ്പെട്ടു. ശങ്കരൻ ബ്രദർ മുഴു കുടുംബത്തോടെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിനൊരു മോളുണ്ട്, ദീപ എന്ന പേര്, ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ദീപ ഒരു ദിവസം എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, പാസ്റ്റങ്ങളെ, എൻ്റെ സ്കൂളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് ഒക്കുന്നില്ല. അവളൊന്ന് സ്കൂളിൽ പോകുന്ന പരുവമാണ്, ഇപ്പം 2 പിള്ളേരുടെ അമ്മയാണ്. എനിക്ക് സ്കൂളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒക്കുന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിൽ ഒന്നും ചെയ്യാൻ എനിക്ക് ഒക്കുന്നില്ല. വല്ല രോഗശാന്തിയോ കൃപാവരോ ഉണ്ടെങ്കിൽ, പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേരുടെ ചിന്തയാണ്, എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ സ്കൂളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, അടുത്ത തിങ്കളാഴ്ച രാവിലെ പിള്ളേരെ എല്ലാം കൂടി ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ഒരു അസംബ്ലി ഉണ്ട് സ്കൂളുകളിൽ. ആ അസംബ്ലിയുടെ സമയത്ത് മുന്നിലോട്ട് ഇറങ്ങി വന്ന് തറയിലോട്ട് കമന്ന് കിടന്ന് അള്ളിപ്പറിക്കടി, കുറഞ്ഞ പക്ഷം പാടം അവിടെ കിടക്കട്ടെ, നിന്നെക്കൊണ്ട് മറ്റൊന്നിനും കൊള്ളുകയില്ല. 2 രോഗികളുടെ മേൽ കൈവെക്കാൻ നിനക്ക് ഒക്കുകയില്ല. 4 പേരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല. പിന്നെ നിന്നെ കൊണ്ട് ഒക്കുന്ന ഇതാണ്, നീ ഒരു കാര്യം, ഈ അസംബ്ലിയുടെ സമയത്ത് മുന്നോട്ട് ചാടി ഇറങ്ങി വന്ന് കമന്ന് കിടന്ന ആൾറെഡി അവിടെ കുറഞ്ഞ പക്ഷം നിന്റെ കൈയുടെ പാടിലും കാണും, പുറത്ത് പാട് കാണും സാറടിക്കുമ്പോൾ. കാര്യം നിന്റെ ഇടയ്ക്ക് ഈ വേല കാണിച്ചാൽ തല്ലും കിട്ടും. പക്ഷേ നീ പാടുണ്ടാക്കാൻ നിനക്കും പാടുണ്ടാകും. നമുക്ക് പലർക്കും മാന്തിയെ പറ്റൂ എന്നുള്ള സ്ഥിതിയാണ്. നിങ്ങൾ ജീവിക്കുന്ന തലമുറയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകരുത്. നിങ്ങൾ ജീവിക്കുന്ന തലമുറയിൽ ദൈവത്തിന് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അന്ന് ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് ഒഴുകും. വെളിപ്പാട് പുസ്തകം 22:11 ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. തൃത്വത്തിൽ 3ാമനായ ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ദൈവം, ഇനി ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇപ്പം വിശദീകരിക്കുന്നില്ല. ഒരാത്മ പകർച്ചയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് ഞാൻ വന്നത് ഒത്തിരി ലേറ്റായിപ്പോയെന്ന് എനിക്കറിയാം. ഒത്തിരി കാരണങ്ങളാണ്, ഒത്തിരി ലേറ്റായിപ്പോയി. ഞാൻ അതിൻ്റെ ബ്ലെയിം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. വേറെ ആർക്കും അതിനകത്തൊരു പങ്കുമില്ല. ഞാൻ ലേറ്റായിപ്പോയി, സോറി ഫോർ ദാറ്റ്. വൈകിട്ട് വരുമ്പോഴേ ഇച്ചിരൂടെ നേരത്തെ വരാൻ നോക്കാം. കഴിയുമെങ്കിൽ അല്പസമയം മാത്രം പാട്ടുപാടി ആരാധിച്ചേച്ച്, അല്പസമയം മാത്രം പാട്ടുപാടി ആരാധിച്ചേച്ച് ഞാൻ നേരെ മെസ്സേജിൽ എഴുന്നേക്കാം. മെസ്സേജിൽ കഴിയുന്നിടത്തോളം പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയെ ഇവിടെ പോയിച്ച് 17 പേജാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. 3ാമത്തെ പേജിലാണ് ഞാൻ നിൽക്കുന്നത്. മുഴുവൻ തീരുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇമ്പാർട്ടേഷനെ കുറിച്ച് കുറഞ്ഞ പക്ഷം ചൊവ്വ പറഞ്ഞേച്ച് ഇന്ന് വൈകിട്ടത്തെ സെക്ഷനിൽ കുറച്ചും കൂടെ സമയം പ്രാർത്ഥിക്കാനെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാനായി കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെടാം. നമുക്കൊരല്പസമയം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? കർത്താവേ, അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി അടിയൻ തിരുമുഖത്തേക്ക് നോക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ചതുപോലെ ഒരു തീയ് ഇതിനകത്ത് കർത്താവ് പകരണേ. കൊടിയ കാറ്റടിക്കുന്നതുപോലെ ഒരു മുഴക്കമുണ്ടായെന്ന് ഞങ്ങൾ വായിച്ചു. പോരെ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ അത് ഉണ്ടാകണം. ഈ ജനത്തിൻ്റെ മേൽ ശക്തിയേറിയൊരു പകർച്ച നടക്കണം. ഈ ജനത്തിൻ്റെ മേൽ ശക്തിയേറിയൊരു പകർച്ച നടക്കണം. ഇന്ന് രാത്രി പകൽ അക്ഷരീകമായി ഞങ്ങളുടെ ജനത്തെ അങ്ങ് തൊടണേ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അങ്ങ് തൊടണമേ. ശക്തിയേറിയ ഒരു ദൈവിക പകർച്ച ഇന്ന് ഞങ്ങളുടെ മക്കളുടെ നടുവിൽ പകരേണ്ടതിന് പരിശുദ്ധാത്മാവാം ദൈവമേ ഇറങ്ങി വരണമേ. യേശുവേ, ഞങ്ങളുടെ ചങ്കിലെ രക്തത്തിന്റെ വിലകളാണ് ഞങ്ങൾ. നിത്യപിതാവേ, അങ്ങയുടെ പുത്രന്റെ വിലയാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങളിൽ പ്രസാദിച്ചുകൊണ്ട് ത്രിയേക ദൈവമായവൻ ഇതിന്റെ നടുവിലൂടെ നടകൊള്ളുവാൻ, യേശുവിന്റെ നാമത്തില് ഇതിന്റെ നടുവിലൂടെ നടകൊള്ളുവാൻ അടിയൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച നടക്കണമേ. ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച നടക്കണമേ. ഞങ്ങൾ ആത്മാവിലാകുവാൻ, ആത്മാവിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുറത്തു വരുവാൻ, ദേശത്തങ്ങളുടെ സാക്ഷ്യങ്ങളാകുവാൻ, അവർ നടക്കുന്ന വഴിയിൽ ശത്രു കീഴടങ്ങത്തക്കവണ്ണം ഒരു സ്വർഗീയ അധികാരം ഇവരുടെ മേൽ വ്യാപരിപ്പാൻ ഇന്ന് പകലടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും കരവും ഇന്ന് ഇവരുടെ മേൽ വരണമേ. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിലെ ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു, ലീഡേഴ്സിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവശക്തി ഓരോരുത്തരുടെ മേൽ പകരണമേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.